നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പൊന്നുഗുരുവായൂരപ്പ സർവേശ്വര, സന്തോഷിക്കണേ ഭഗവാനെ. നമ്മളെന്തായാലും നാരായണീയത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു സമർപ്പണ ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇത്രയും പേരിയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വിശപ്പ് വരും. അതുകൊണ്ട് ഇപ്പോഴുള്ള ശക്തിയിൽ നാരായണ 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 നാരായണ. ഹരേ സർവേശ്വര, ഞാൻ എണ്ണിയിട്ടുണ്ട് ആരൊക്കെയാണ് ചെല്ലിയിരിക്കുന്നത്. കണക്കവിടെ കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം പോണതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് കൂലി വന്നിരിക്കും ചെല്ലാത്തവർക്ക്. എല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. ഒരിക്കൽ കൂടി ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞതാണെങ്കിലും വിഷ്ണുവിനോട്, അതേമാതിരി വിഷ്ണുവിൻ്റെ കൂട്ടുകാരോടും ഈ സംരംഭത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഈ രുക്മിണി റീജൻസിയിലെ ഈ ഹാള് നമ്മുടെ എന്താ പറയുക, നാഴികക്കല്ലാവുന്ന കാര്യങ്ങൾ എന്ന് പറയും ജീവിതത്തിൽ. എന്നെ ഗുരുവായൂരപ്പൻ പ്രഭാഷകനാക്കിയത് ഇതാ ഈ പോഡിയത്തിലാണ്. ഈ നിൽക്കുന്ന ഈ പ്രസംഗപീഠത്തിൽ നിന്നിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നരസിംഹതത്വം 2018 ഒക്ടോബർ മാസം 11-ാം തീയതി ആ പ്രഭാഷണം ഉണ്ടായത്. അന്നൊരു പൂർണ്ണ പ്രവാസിയായിരുന്ന എന്നെ, അന്ന് ഞാൻ ഗുരുവായൂർ ഷൂട്ട് പോലും തുടങ്ങിയിട്ടില്ല, അതിനൊക്കെ മുന്നേ ഉള്ളൊരു കാലമാണ്. അവിടുന്ന് 1.5 മാസത്തിൻ്റെ ഉള്ളിൽ പടിഞ്ഞാറേ കോവിലകത്ത് സാമൂതിരിപ്പാടിൻ്റെ അവിടെ മാനവേദന അനുസ്മരണ പ്രഭാഷണത്തിന് ഭഗവാൻ വിളിപ്പിച്ചു. ഇപ്പോഴും അതിനുശേഷവും എത്ര ആയിരോ വേദികളിൽ ഇപ്പോൾ ഏകദേശം 1100ൻ്റെ മുകളിൽ പ്രഭാഷണങ്ങൾ കടന്നു എന്ന് ആരോ ഇന്നാൾ കണക്കെടുത്ത് പറയണ്ടായിരുന്നു. അതിൽ മിക്കതും റെക്കോർഡറാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. നുള്ളി നോക്കേണ്ടതുണ്ട്, ഇത് ഞാൻ തന്നെയാണോ ചെയ്യണത് എന്നുള്ളത്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞുള്ളതുപോലെ ഗുരുവായൂരപ്പൻ എന്നെ തല്ലി തല്ലി പഴുപ്പിച്ചിട്ടാണ് ഇത്ര എത്തിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഗുരുവായൂർ വെച്ചിട്ട് ഇവിടെ താഴെ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഹാളിൽ, അതും രുക്മിണിയുടെ ഈ ബിൽഡിങ്ങുകളുടെ കലക്ഷൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന സ്ഥലത്ത്, നാരായണീയം മേൽപ്പത്തൂരും നാരായണീയവും എന്ന് പറഞ്ഞിട്ട് പരമേശ്വര സാറിൻ്റെയും പ്രകാശസ്വാമിയുടെയൊക്കെ ഉത്സാഹത്തിൽ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ 3 ദിവസത്തെ പ്രഭാഷണം ഉണ്ടായി. വാസ്തവത്തിൽ ഞാൻ മനസ്സ് തുറന്ന് തൃപ്തിയോട് കൂടിയിട്ട് ഭഗവാനെയും മേൽപ്പത്തൂരിനെയും കുറിച്ച് പറഞ്ഞത് അന്നാണ്. അത് യൂട്യൂബ് കിടപ്പുണ്ട്. പക്ഷെ അന്നും പറഞ്ഞു പോകുമ്പോൾ എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേകത, ഭട്ടേരി തന്നെ എഴുതി വെച്ചിട്ടുള്ളതുപോലെ പ്രതിനിമിഷ നവീനൻ എന്നൊരു വാക്കുണ്ട്. ഞാനെപ്പോഴും പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്. കണ്ണ് നിറച്ചൊരു തവണ തൊഴുതിട്ട് ഒന്ന് മാറിയാലും പിന്നെയും വീണ്ടും വന്ന് നോക്കുമ്പോൾ പുതിയ ആളായിട്ട് തോന്നും. വീണ്ടും നോക്കുമ്പോൾ പുതിയൊരാളായിട്ട് തോന്നും. വീണ്ടും നോക്കുമ്പോൾ പുതിയ ആളായിട്ട് തോന്നും. അത് അനുഭവത്തിൽ കൂടെ മാത്രം വരുന്നൊരു കാര്യമാണ്. അതേപോലെ ഭഗവാനെക്കുറിച്ച് എത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അരുണഗിരിയുടെ നാവിൽ വേലുകൊണ്ട് എഴുതിയിട്ട് മുരുകൻ പറയില്ല, അരുണഗിരി എന്നെപ്പറ്റി പാട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാടി, മുത്തയിത്തിരി പത്തിത്തിരി നഗി പാടി. അത് പോരാത്രേ, വീണ്ടും പറഞ്ഞു ഇനിയും പാടുകയെന്ന് പറഞ്ഞു. ഇനിയും പാട് ഇനിയും പാട് ഇനിയും പാട് എന്ന് പറഞ്ഞ വരുന്നത് ഗുരുവായൂരപ്പൻ. ഇനിയും പറയുക ഇനിയും പറയുക ഇനിയും പറയുക എന്ന് പറയിപ്പിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർക്ക് അവനവനെക്കുറിച്ച് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. സുഖിപ്പിച്ച് ആരെങ്കിലും പറഞ്ഞാൽ. ഭഗവാൻ അതല്ല. നമ്മൾ കരുതും ഭഗവാനെ നമ്മൾ സന്തോഷിപ്പിക്കുന്നത് നമ്മൾ ഭഗവാനെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞും സ്തുതികൾ പറഞ്ഞിട്ടുമൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല ഭഗവാൻ സന്തോഷിക്കുന്നത്. ഭഗവാൻ നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെങ്ങോട്ട് കൊണ്ടുപോകുന്നു, നമ്മുടെ കണ്ണെങ്ങോട്ട് പറക്കണു, കാതെങ്ങോട്ട് പോകുന്നു, ഒരാൾ അതിലേ പോകുമ്പോൾ കണ്ണങ്ങോട്ട് പോകണ്ടോ ഇതിലേ പോകണ്ടോ ഇതൊക്കെ നോക്കും. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്നത്. കാരണം അദ്ദേഹം ഇരിക്കുന്നത് പുറത്തല്ല, അകത്താണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായിട്ടുള്ള ഭഗവാനാണ്.
അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെ കൊണ്ട് എന്തിനാ ഭഗവാനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നത്? എന്തിനാ നാരായണീയെ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്? നിങ്ങളുടെ അകത്തിരിക്കുന്ന ആ പരബ്രഹ്മമായിട്ടുള്ള ഗുരുവായൂരപ്പൻ നിങ്ങളുടെ അകത്ത് ഉണർന്നു വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഭഗവാൻ ഉണർന്നു വരുന്ന ഒരു കടലാണ് ഇവിടെ ഈ കിടക്കുന്നത്. ഇത് ഗുരുവായൂരപ്പനായി കാണുന്നത്. അകത്തിങ്ങനെ ഉണർന്ന് ഭഗവാനെ മാത്രമാണ് നമ്മളിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്നിവിടെ പ്രസംഗിച്ചതോ പറഞ്ഞതോ ഒന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു എനർജി ഉണ്ടാവും, ഭഗവാന്റെ ആ ചൈതന്യം. അത് മാത്രം നമ്മൾ ക്യാരി ഓൺ ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ ഇൻഫോർമലായിട്ട് ചോദിച്ചത്, അമ്മമാരെ നിങ്ങളിപ്പോൾ എഴുതി സമർപ്പിച്ചു, നിങ്ങൾക്ക് എന്താ ഇപ്പോൾ തോന്നണമെന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അനുഗ്രഹീതനായിരിക്കണു. ഇത്രയും തവണ ഇത്രയും നാരായണീയ ജപത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കണ ഒരു ഓഡിയൻസിലേക്ക് ഈ വിഷയാവതരണം നടത്താൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഞാൻ ഭഗവാനെ ഇപ്പോൾ പഴയമാതിരി എനിക്ക് വന്ന് കാണാനൊന്നും പറ്റണില്ല, ആഗ്രഹിച്ചാലും പറ്റുന്നില്ല, എന്നെ വരാൻ സമ്മതിക്കുന്നില്ല. അത്രയും ഞാൻ പലപ്പോഴും പറയാറുള്ളവർ, ഞാനൊരു സാധാരണ ഗൃഹസ്ഥൻ, പ്രാരബ്ധമുണ്ട്, ജോലിയുണ്ട്, അനവധി പരിപാടികളുണ്ട്. അതിനൊക്കെ പറഞ്ഞേക്കും. ചിലപ്പോൾ പറയും ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് പോ എന്നൊക്കെ പറയും. മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു അഷ്ടമിരോഹിണിക്ക് മുടങ്ങാതെ വന്ന് ഗുരുവായൂരപ്പനെ തൊഴണയാണ്. എനിക്കൊരു മെസ്സേജ് കിട്ടുകയാണ്, ഗുരുനാഥൻ്റെ അവിടെ നിന്ന് വിളി വരും, അന്ന് അങ്ങോട്ട് പോയാൽ മതി പറഞ്ഞു. എനിക്ക് പിടുത്തം കിട്ടിയില്ല, എന്താ ഈ പറഞ്ഞത് എന്നൊരു കിട്ടിയില്ല. ഒരു 11 മണി നേരമായപ്പോൾ എനിക്കൊരു കോള് വരികയാണ് വില്യമംഗലം ട്രസ്റ്റിൽ നിന്ന്. തിരുനാവായയുടെ അപ്പുറത്ത് തവനൂർ വില്യമംഗലത്തിൻ്റെ ഇല്ലത്തറയുണ്ട്. അഷ്ടമിരോഹിണി ദിവസം അവിടെ പോയി പ്രഭാഷണം നടത്താനായിരുന്നു ഗുരുവായൂരപ്പൻ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇതേപോലെ ഇന്ന് ശരിക്കും ഞാനിവിടെ വരേണ്ട ആളല്ല. വിഷ്ണു എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു എനിക്ക് വരാൻ സാധിക്കും. കാരണം എനിക്ക് ആകെ ഇനി വരുന്ന ഓഗസ്റ്റ് 2027 ഓഗസ്റ്റ് വരെ എനിക്ക് ആകെ കിട്ടണം വിശ്രമത്തിൻ്റെ ഒരേ ഒരു മാസം. അത് ഞാൻ ഇവിടെ പെരിയപുരാണം കഴിഞ്ഞ് പോയതേ ഉള്ളൂ മുതുവറയിൽ. അപ്പോൾ ഈയിടെയായിട്ട് ഹെൽത്തിൻ്റെ അത്ര സുഖമല്ല. അപ്പോൾ ഞാനതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കണോണ്ട് ഒരു ബ്രേക്ക് എടുക്കാം എന്ന് കരുതിയിട്ടിരിക്കുമ്പോൾ കാഞ്ചി ബാലപെരിയവ, ഇപ്പോഴത്തെ കാഞ്ചി മഠാധിപതി, വടക്കനാഥ ക്ഷേത്രത്തിൽ ഒരു വേദജപം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേദശ്രവണ മാഹാത്മ്യം എന്നുള്ള വിഷയത്തിൽ പ്രഭാഷണം നടത്തണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ പാണ്ഡ്യ സമൂഹം മഠത്തിൻ്റെ ആ ഭാഗമായിട്ടുള്ളവർ ഇങ്ങനെ പ്രൊഫസർ രാമേന്ദ്രൻ സാർ, അദ്ദേഹത്തിനെയും ഗുരുവായൂരപ്പൻ തന്നെയാണ് എൻ്റെ ഞങ്ങളെ കൂട്ടി കണക്കണം. ഞങ്ങൾ ഈ ക്യൂ നിന്നാണ് തമ്മിൽ കാണുന്നത്. അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞ് അന്ന് എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു പ്രഭാഷണത്തിന് വടക്കുന്നാനിൽ വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഭഗവാന്റെ മുന്നിൽ നിന്ന് നാലമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വാക്കും കൊടുത്തു. ഇത് കാഞ്ചി ബാലപെരിയയുടെ രൂപത്തിൽ കൽപ്പനയായിട്ട് പുറത്തു വരികയാണ് കഴിഞ്ഞതിന് മുമ്പത്തെ മാസം. അങ്ങനെ 12-ാം തീയതി വിഷ്ണുവിൻ്റെ കോള് വരലും ഈ 12-ാം തീയതിയിലുള്ള പ്രഭാഷണം ആയിട്ട് ഇന്നലെ പാണ്ഡ്യ സമൂഹ മഠത്തിൽ വെച്ചിട്ട് അത് നടത്താൻ തീരുമാനിക്കും. ഞാൻ വരാമെന്ന് ഏൽക്കുകയും ചെയ്ത സമയത്താണ് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ വിളി വിഷ്ണുവിൻ്റെ രൂപത്തിൽ വരണത്. ഇത്ര അടുത്ത് വരില്ല എന്നാൽ താൻ വന്നിട്ട് ഇവിടെയും വന്നിട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം എന്നുള്ള ആ ഒരു കൽപ്പന ഭഗവാന്റെ വരിക. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഭഗവാനെ കുറേ മാസങ്ങൾ കൂടിയിട്ട് തൊഴാൻ പറ്റി. കാരണം ഞാൻ ഇതിനു മുമ്പ് വന്നത് ഇവിടുത്തെ അതേ പ്രഭാഷണത്തിന് മെയ് മാസത്തിലാണ്. നിത്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചപൂജ ദിവസം കേൾക്കുന്നുണ്ടെങ്കിലും ഭഗവാനെ വന്ന് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് നിത്യം കാണാൻ സാധിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുക എന്ന് മാത്രം പറയണം. കാരണം വാല്യൂ മനസ്സിലാക്കാത്ത പലരെയും കാണാനിടയാവുണ്ട് ഭഗവാനെ നിത്യം കാണാൻ സാധിച്ചിട്ടു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അന്ന് ബ്രാഹ്മണ സമൂഹത്തിൽ പറയാൻ ബാക്കി വെച്ചൊരു വിഷയം ഒന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വന്ന് എനിക്ക് അറിയില്ല ഗുരുവായൂരപ്പൻ എത്രത്തോളം പറയിപ്പിക്കും, എത്ര സമയം എടുപ്പിക്കാം ഒന്നും അറിയില്ല, ചുരുക്കി പറയാം. പക്ഷേ വിഷയം ഇതാണ്, ഗുരുവായൂരപ്പൻ എന്തിനാണ് മേൽപ്പത്തൂരിനെ കൊണ്ട് നാരായണീയം എഴുതിപ്പിച്ചത്? ഈ ചോദ്യം ഞാൻ എവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മളൊക്കെ മേൽപ്പത്തൂരിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് നാരായണീയത്തിനെ കാണുന്നത്. വിശ്വവീടാപഹത്യയെന്ന് എഴുതി വെച്ച ആൾ ഒരിക്കലും സ്വന്തം രോഗം മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല അത് എഴുതിയത്, അത് ഉറപ്പാണ്. അന്ന് 3 ദിവസത്തെ പ്രഭാഷണം സശ്രദ്ധം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൽ അന്ന് ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നത് മേൽപ്പത്തൂർ എന്തിനെഴുതിയെന്നാണ് പറഞ്ഞു തന്നത് 3 ദിവസം. ഇന്ന് ഗുരുവായൂരപ്പൻ എന്തിനാണ് മേൽപ്പത്തൂരിനെ കൊണ്ട് എഴുതിപ്പിച്ചത് നാരായണി എന്നുള്ളത് 1.5 മണിക്കൂറിൽ പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കാരണം നിങ്ങളെല്ലാവരും നാരായണീയം എഴുതിയിട്ട് വന്നവരാ. ഒരു മനുഷ്യൻ്റെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണോ അതോ ഒരു ജനതയുടെ ആത്മീയമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണോ ഭഗവാൻ അത് എഴുതിപ്പിച്ചത്?
ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പരമേശ്വര സാർ നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രചോദനവും സാറും ഞാനും മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യണ കാലത്ത് സംസാരിച്ച, ഞങ്ങൾ രാവിലെ ശീവേലിക്ക് ഒപ്പം നടക്കും ഭഗവാന്റെ. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ ഒക്കെ ഓരോന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നാരായണീയത്തിൻ്റെ 400ാമത്തെ വർഷം ഈ സത്രം ഹാളിൽ, ഇന്നിപ്പോൾ സത്രം ഹാളില്ല, അവിടെ കടകളായി പൊളിച്ചു പോണത്. ആ സത്രം ഹാളിൽ നടക്കുന്ന സമയത്ത് പൂമുള്ളി 6-ാം തമ്പുരാൻ ആ മഹാത്മാവ് പ്രസംഗത്തിൽ പറഞ്ഞു അത്രേ, ഭട്ടതിരിപ്പാടിന് വാതരോഗം കയ്യിനും കാലിനും ഒന്നും ആയിരുന്നില്ല, മനസ്സിനായിരുന്നു. 6-ാം തമ്പുരാൻ ഒന്നും വെറുതെ പറയില്ല. 6-ാം തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞിട്ട്, നമ്മൾ സിനിമയിലെ 6-ാം തമ്പുരാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ 6-ാം തമ്പുരാൻ, ഒറിജിനൽ വൺ. അപ്പോൾ ആ മഹാത്മാവ് ഒന്നും കാണാതെ പറയില്ല. അതാണ് അതിൻ്റെ പുറകിലായിരുന്നു ഞാൻ അന്വേഷിച്ച് പോയത്. വാസ്തവത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മനസ്സടക്കം വരാത്തൊരാളായിരുന്നു ഭട്ടതിരി എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടാൽ മനസ്സിലാവും. 28 വയസ്സിൽ അദ്ദേഹം ഭഗവാനെ സാക്ഷാത്കരിച്ചിട്ടും ആ മനുഷ്യൻ ഇവിടെ അടങ്ങിയിരുന്നില്ല. ആൻഡ് ഹി കെപ്റ്റ് ട്രാവലിംഗ്. അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ആദ്യത്തെ യാത്രാവിവരണങ്ങളിലൊന്ന് കൊച്ചി നഗരത്തിനെ കുറിച്ചിട്ടുള്ള ട്രാവലോഗ് എഴുതിയത് ഭട്ടതിരിയാണ്. അത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ പ്രഭാഷണത്തിൽ. ഗോശ്രീ നഗര പ്രശസ്തി എന്നാണ് അതിൻ്റെ പേരെന്നെ. ഒരു സ്ഥലത്തും ഉറച്ചിരുന്നിട്ടില്ല. ഭഗവാൻ അങ്ങനെ അഴിച്ചു വിടുകയും ചെയ്തു. നീ പോ, നിൻ്റെ സഹജ സ്വഭാവം നീ മാറ്റണ്ട, ഏത് സമയമാകുമ്പോൾ നിനക്ക് വരാൻ തോന്നും അന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരണം. ഇപ്പോൾ 80ഓളം വയസ്സ്, ചിലർ പറഞ്ഞു 100 വയസ്സിലധികം ജീവിച്ചിരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഗുരുവായൂർ അദ്ദേഹം എല്ലാ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആ 28 വയസ്സിൽ സൗഖ്യമായതിന് ശേഷം അദ്ദേഹം ഗുരുവായൂർ അധികം ഇരുന്നിട്ടുമില്ല. ഭഗവാന്റെ ഒരു സ്വഭാവമാണ്, ഭഗവാൻ ചിലരെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അവരെ ആ പ്രദേശത്ത് അടുപ്പിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. ലോകത്തിൻ്റെ ഗുണത്തിനായിട്ട് അവരെ അങ്ങോട്ട് കൊടുക്കണം. ശങ്കാളിപുരം ദീക്ഷിതരെ കുറിച്ചിട്ട് മനോഹരമായിട്ട് പരമേശ്വര സാർ പറഞ്ഞു, ശങ്കാളിപുരം അനന്തരാമ ദീക്ഷിതർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരണത് ഒരു കരിമ്പടം പതിച്ചിട്ടാണ് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഇരിക്കും. കാരണം ദേഹത്ത് കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം ഗുരുവായൂരപ്പം മാറ്റിക്കൊടുത്തു. അപൂർവ വൈദ്യനാണ് ഭഗവാൻ. മാറ്റിക്കൊടുത്തപ്പോൾ ആൾക്കാർ വന്ന് അദ്ദേഹത്തിന് നമസ്കരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രഭാവം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചു തകർന്നു പോയി. എൻ്റെ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ ആൾക്കാർ നമസ്കരിക്കണമല്ലോ, ഞാൻ മഹാഭാവിയാവുമല്ലോ പറഞ്ഞിട്ട് ഗുരുവായൂർ വിട്ട് ഓടിപ്പോയി. പിന്നെ ഗുരുവായൂർക്ക് വന്നില്ല. കേരളത്തിൻ്റെ പുറത്ത് നാരായണീയത്തിൻ്റെ അലയൊലികൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം അങ്ങനെയായിരുന്നു. ഭട്ടതിരിപ്പാടിനെ ഭഗവാൻ വരുത്തിയതേ ഇല്ല. അവസാനം വന്നു. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, നീ ഇവിടെ അല്ല നിനക്ക് മോക്ഷം പറഞ്ഞിട്ടുള്ളത്, നീ മുക്കോലയ്ക്ക് പോകുന്നു. അങ്ങനെയാണ് ഈ മുക്കോല ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. മേൽക്കാവും കിഴക്കാവും. ആ മേൽക്കാവും കിഴക്കാവിൻ്റെയും ഇടയിൽ കൂടെ ഒരു ദിവസം രാവിലെ ശ്രീപാദ സപ്തതി എന്ന് പറഞ്ഞിട്ടുള്ള ദേവിയുടെ മനോഹരമായിട്ടുള്ള അമ്മയുടെ പാദം മാത്രം വർണ്ണിച്ചെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പാദാതികേശമാണ് ഉദ്ദേശിച്ചിരുന്നത്. നാരായണീയം പോലെ ഒരു മഹാഗ്രന്ഥം നമുക്ക് കിട്ടുമായിരുന്നു, കിട്ടിയില്ല. 70 ശ്ലോകം അമ്മയുടെ പാദങ്ങൾ മാത്രം എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ കുളിക്കാനായിട്ട് അമ്പലക്കുളത്തിലേക്ക് പോകുമ്പോൾ, കിണ്ടിയായിട്ട് പോകുമ്പോൾ മേൽക്കാവിൻ്റെ കീഴ്ക്കാവിൻ്റെ ഒരു ഇടവഴിയിൽ അദ്ദേഹം വീഴുന്നു, ഭഗവാനിൽ ലയിക്കുകയാണ്. അങ്ങനെയാണ് ഭട്ടതിരിയുടെ മോക്ഷം. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല, ഭട്ടതിരിക്ക് വാദം എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ പാർക്കിൻസൺ ഡിസീസായിരുന്നു. ഭട്ടതിരിയുടെ ഗുരുനാഥനും പാർക്കിൻസൺസ് ആയിരുന്നു. പാർക്കിൻസൺസ് വരുന്നത് പൂർവ്വജന്മത്തിൽ ലൈംഗികമായ ദുർവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഇത് ഞാൻ വ്യക്തമായിട്ട് അന്ന് ആ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഒരു വ്യക്തിയുടെ തെറ്റിനെ അല്ല ആഘോഷിക്കേണ്ടത്, ആ വ്യക്തി മാറിയോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ മാറുകയാണെങ്കിൽ ഭട്ടതിരിയെ പോലെ മാറണം, അല്ലെങ്കിൽ നമ്മളൊന്നും ജീവിച്ചിട്ടൊരു കാര്യമില്ല. മാറ്റം വരണേ. ഇഫ് ട്രാൻസ്ഫർമേഷൻ കംസ്, ഇറ്റ് ഷുഡ് ബി എ ട്രാൻസ്ഫർമേഷൻ ലൈക്ക് ദിസ്. നമ്മൾ ചിലർ പറയും, ഓ അവൻ പണ്ട് ഇങ്ങനെ നടന്നവനാണ്. അതല്ല നോക്കേണ്ടത്, ഇപ്പം അവൻ എന്തായി, ഇപ്പം അവനിൽ വന്ന മാറ്റം എന്ത്. ഗുരുവായൂരപ്പൻ അപൂർവ വൈദ്യനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാന് രോഗികളായിട്ടുള്ള ആൾക്കാരെ ആവശ്യം. ഡോക്ടർക്ക് ആരെ ആവശ്യം? രോഗിയെ ആവശ്യം. അല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യം ഡോക്ടർക്കില്ല. അതുകൊണ്ട് രോഗികളായിട്ടുള്ള നമ്മളാണ് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർ. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, കുറവുകളുള്ളവർ, കൊള്ളാത്തവർ എന്ന് സ്വയം വിചാരിക്കുന്നവരെയാണ് ഭഗവാൻ ചേർത്ത് നിർത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ ഇരിക്കണേ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് യുഗങ്ങളായിട്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, അധികകാലം ഇരിക്കൂല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട്. ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുള്ളത് പോലെ നമുക്കാണ് ആയിരക്കണക്കിന് വർഷം വളരെ വലുത്. ഭഗവാൻ അത് ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന ഒരു പൊടി പോലെ മാത്രമാണ്. അദ്ദേഹത്തിന് തോന്നുമ്പോൾ അദ്ദേഹം ഇവിടെയും വിട്ടും പോയിരിക്കും. അദ്ദേഹം ഇരുന്ന ഒരു സ്ഥലത്തും അധികകാലം ഇരുന്ന ചരിത്രമില്ല. അധികകാലം എന്നുള്ളത് 1000 വർഷങ്ങളുടെയൊക്കെ ഗ്യാപ്പാണ്. മധുരയിൽ ഇരുന്നിട്ടില്ല, ദ്വാരകയിൽ ഇരുന്നിട്ടില്ല, മറ്റ് പലയിടങ്ങളിൽ ഇരുന്നിട്ടില്ല. ഇവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സർക്കിട്ട് പോയിട്ടുണ്ട് പുറത്തേക്ക്. ഇനിയും പോകാം. അതുകൊണ്ട് ഉള്ള കാലം ഭജിക്കുക. ഈ ദിവ്യവിഗ്രഹത്തിനെ
കയ്യിലുള്ള കാലത്ത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ മാതിരി ആവരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ ആംഗിളുകളിലും നോക്കുക. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കഥകളെ എല്ലാ ആംഗിളുകളിലും നോക്കുക. ഉണ്ണിയായിട്ട് ക്ഷേത്രസങ്കേതത്തിൻ്റെ അകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു രാത്രി ആ ദേവിയുടെ വാതിൽമാടത്തിൽ ഇരുന്നിട്ട് ഒരു മഹാത്മാവ് സൗന്ദര്യലഹരി സ്ഫുടമായിട്ട് ഇങ്ങനെ ചെല്ലണത് ഭഗവാൻ കേട്ടു അത്രേ. ആ അഴിയുടെ അവിടെ വന്നിട്ട് കേട്ടു എന്ന്, കണ്ണ് നിറഞ്ഞ് നിന്ന് കേട്ടു. അമ്മയുടെ ആ ശ്ലോകങ്ങൾ ചെല്ലണത് കേട്ടിട്ട് ആനന്ദിച്ച് നിന്നിട്ട് തിരിച്ച് ശ്രീകോവിലേക്ക് നടക്കുമ്പോൾ ആലോചിച്ചു അത്രേ, എനിക്കും ഇതുപോലെ ഒരു ഗ്രന്ഥം വേണം. അതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് വാദം ഉണ്ടാക്കി അയാളെ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ഉണ്ടായതാ നാരായണി എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ ഉദ്ദേശം എന്താ? തനിക്ക് മാത്രം കേട്ട് ആനന്ദിക്കാനാണോ അത് എഴുതിപ്പിച്ചത്? അതോ തൻ്റെ ഒരു ഭക്തന് വെറുതെ ഒരു രോഗമുക്തി കൊടുക്കാനോ? അതോ ആ ഭക്തൻ പ്രാർത്ഥിച്ച മാതിരി ലോകത്തിൻ്റെ മുഴുവൻ രോഗമുക്തിക്ക് വേണ്ടിയിട്ടാണോ? ഇത് നമ്മൾ ചിന്തിക്കണം. ഗുരുവായൂരപ്പ അങ്ങയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്ന് അവിടത്തേക്ക് മാത്രമേ അറിയുള്ളൂ. അല്പബുദ്ധികളായിട്ടുള്ള നമ്മൾ ഇങ്ങനെ ആയിരിക്കാമെന്ന് ചിന്തിക്കണു. എന്തിനാ? ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. ഇതിൽ യാതൊരു സ്കോളർലി പ്രപ്പോസിഷനും ഇല്ല, നോ ക്ലെയിംസ്, ഒന്നുമില്ല. പക്ഷെ ചിന്തിക്കാം, ഭഗവാൻ ഇതായിരിക്കാം ആഗ്രഹിച്ചത് എന്ന്. നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്ന ഉത്തരം, ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ വരുന്നത്, ഭട്ടതിരിക്ക് ഗുരുതരമായിട്ടൊരു രോഗം ഉണ്ടായിരുന്നു. രോഗമുക്തിക്കായിട്ട് അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു എന്നുള്ളതാണ്. എഴുത്തച്ഛൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കാത്തൊരു മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിന് സാമൂതിരിപ്പാടിൻ്റെ വിലക്കുണ്ടായിരുന്നത് കൊണ്ട്, അദ്ദേഹത്തിനെ വധിക്കും എന്നുള്ള വിലക്കുള്ളതുകൊണ്ട് സാമൂതിരി നാട്ടിൽ അദ്ദേഹത്തിന് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിറ്റൂർ അദ്ദേഹം തമിഴ്നാട്ടിൽ കുറേ കാലം ഒളിവ് ജീവിതം കഴിഞ്ഞ് വന്നതിന് ശേഷം, എഴുത്തച്ഛൻ്റെ കഥ വളരെ വിചിത്രമാണ്. അങ്ങനെ തിരുവാവാടുതുറൈ ആധീനത്തിൽ ഇന്നാൾ പ്രൈം മിനിസ്റ്റർ പാർലമെൻറ്റിൽ ഒരു ചെങ്കോല് കൊണ്ടേ വെച്ചില്ലേ, ചോളച്ചെങ്കോല്, അത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തലയിൽ കുറേ രുദ്രാക്ഷമൊക്കെ ധരിച്ച കുറേ ആൾക്കാർ. അതാണ് തിരുവാവാടുതുറൈ ആധീനം. അവിടെയാണ് എഴുത്തച്ഛൻ പഠിച്ചത്, അക്ഷരം പഠിച്ചത് അവിടെയാണ്. അവിടെ അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹത്തിന് 2 ഇരട്ട വധശിക്ഷ വന്ന സമയത്ത്, എന്തിനാ വധശിക്ഷ വന്നതെന്നുള്ളത് വളരെ എളുപ്പമാണ്. സാധാരണക്കാരെ അക്ഷരം പഠിപ്പിച്ചു, രാമായണം മലയാളത്തിൽ എഴുതി. ഇത് 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കാനുള്ള കാരണം. അങ്ങനെ അദ്ദേഹം ചിറ്റൂർ വന്ന് താമസിക്കുന്ന കാലത്ത് ഭട്ടതിരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭട്ടതിരി ആ ചെറുപ്പകാലമാണെങ്കിൽ അദ്ദേഹത്തിന് പ്രശസ്തി എന്ന് വന്നു തുടങ്ങിയിട്ടുള്ളൊരു വ്യാകരണ പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക്. പാണിനി അല്ലാണ്ട് സംസ്കൃതത്തിന് ഇത്ര ശക്തമായിട്ടൊരു വ്യാകരണ ഗ്രന്ഥം ഭട്ടതിരി അല്ലാണ്ട് വേറൊരാൾ എഴുതിയിട്ടില്ല. ഭട്ടതിരിക്ക് ഒരുപാട് മഹിമകളുണ്ട്. ഗുരുവായൂരപ്പൻ ഇങ്ങനെ അതിൻ്റെ നടുക്കുള്ളൊരു കൗസ്തുഭരത്നാണ് നാരായണീയം. ഭട്ടതിരിയുടെ അനവധി രാജസൂയം പ്രബന്ധമൊക്കെ ഉണ്ട് ഭട്ടതിരിയുടെ. അതിൽ ശിശുപാലനെ വധിച്ചിട്ട് നിൽക്കണം ഭഗവാന്റെ ഒരു വർണ്ണനയൊക്കെ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പറയണം, രാജസൂയം പ്രബന്ധമൊക്കെ. ഈ പുന്നത്തൂർ കോവിലകത്ത് അരങ്ങേറിയത് അത് പണ്ട് ദേവസ്വം പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഹാൻഡ് ബുക്കായിട്ട്. ഞാനിവിടെ പണ്ട് പാറ്റ കുത്തി കിടക്കണം കണ്ടിട്ടുണ്ട് ആ ലൈബ്രറിയുടെ പുറകിലത്. അപ്പോൾ ഭട്ടതിരിപ്പാടിന് ഭഗവാനെക്കുറിച്ച് എഴുതാൻ 100 കാരണങ്ങളുണ്ടായിരുന്നു. ഒരു പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. പക്ഷേ രോഗം മാറാൻ വേണ്ടിയിട്ട്, രോഗമുക്തിക്കായിട്ട് ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ മഹിമ പാടി നാരായണീയം രചിച്ചു. അദ്ദേഹത്തിന് അവസാനം രോഗശാന്തി ലഭിച്ചു എന്ന് പറയും. മുമ്പും പല പ്രഭാഷണങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള പോലെ നാരായണീയം മന്ത്രബദ്ധമാണ്. ഇന്നും മന്ത്രശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർക്ക് ആ ഒന്നാമത്തെ സാന്ദ്രാനന്ദം എന്നുള്ള വാക്ക് തുടങ്ങി അവസാനം ദ്വേധാനാരായണീയം എന്ന് പറഞ്ഞിട്ട് അവസാനിക്കണ വരി വരണത് വരെ മന്ത്രങ്ങളുടെ ഒരു കടലാണ് നാരായണീയം. അതുകൊണ്ടാണ് നാരായണീയ ഗ്രന്ഥത്തിനെ ദേവീ മഹാത്മ്യം എടുത്ത് കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യണം, അത്രയും ശ്രദ്ധയോടുകൂടിയിട്ട്. കാരണം അത് മുഴുവൻ മന്ത്രങ്ങളാണ്. വാസ്തവത്തിൽ അത് ശ്ലോകവും പദ്യവും ഒക്കെ അവിടെ ഉണ്ട്, അത് ശരിയാണ്. അതിലൊക്കെ ഉപരി അതിൽ അനവധി ബീജാക്ഷരങ്ങൾ ആ മഹാപണ്ഡിതനായിട്ടുള്ള ഭട്ടതിരിയിൽ കൂടെ ഗുരുവായൂരപ്പൻ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് അത് എഴുതിയാലും കേട്ടാലും ഒക്കെ ഇത്ര ഫലം വരുന്നതിൻ്റെ കാരണം. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഗുരുവായൂരപ്പൻ്റെ ഒരു ഇച്ഛ അതാണ്. നമ്മുടെ ഒക്കെ രോഗങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ പ്രാണൻ്റെ ഒഴുക്കിൽ വരുന്ന പ്രശ്നമാണ്. ഞാൻ കുറച്ച് യോഗവിദ്യ പറയുകയാണ്, കട്ടിയായിട്ട് വിചാരിക്കേണ്ട, ആവുന്ന പോലെ ലളിതമാക്കി പറയാൻ ശ്രമിക്കാം. നമ്മുടെ ശരീരത്തിലുള്ള പ്രാണൻ്റെ ഒഴുക്ക്, പ്രാണൻ തടസ്സപ്പെടുമ്പോഴാണ് രോഗം ആവിർഭവിക്കുക. ഇപ്പം മർമ്മം നമ്മൾ പഠിക്കുന്ന സമയത്ത് മർമ്മവിദ്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മർമ്മം ശരിക്കും അറിയണ ഒരാൾക്ക്, അത് ചൂണ്ടാണിയാണെങ്കിലും അല്ലാതെ നോർമൽ മർമ്മമാണെങ്കിലും, എതിരാളിയുടെ ശരീരത്തിൽ പ്രാണൻ്റെ സഞ്ചാരം ഇപ്പം ലൊക്കേറ്റ് ചെയ്തിട്ട് ഫോക്കസ്ഡായിട്ട് നിൽക്കുന്നത് എപ്പോഴാണെന്നും എവിടെയാണെന്നും തിരിച്ചറിയാൻ അവർക്ക് അഭ്യാസം കൊണ്ട് സാധിക്കും. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രാണൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മളറിഞ്ഞാലും ഇല്ലെങ്കിലും. അതുകൊണ്ടാണ്
ചില ആൾക്കാർക്ക് മാരകമായിട്ടുള്ള മുറിവ് ചില അവയവങ്ങളിലുണ്ടായാലും വേഗം സുഖപ്പെടും. കാരണം അവിടെ പ്രാണനില്ല. അപ്പോൾ പ്രാണൻ നിൽക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് ഒരു കുഞ്ഞു മുറിവ് വന്നാൽ പോലും അത് കാലങ്ങളെടുക്കും ഉണങ്ങാനും മാറാനും. ചിലവർ മരിച്ചും പോകും. രോഗം ബാധിക്കുന്ന സമയത്ത് അണുബാധ വരുമ്പോൾ പ്രാണൻ നിൽക്കുന്ന സ്ഥലത്ത് പ്രാണൻ നിൽക്കുന്ന സമയത്താണ് സംഭവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗം ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ പ്രാണൻ ആരാ? ഗുരുവായ വായു, ഭഗവാൻ തന്നെ. ഗുരുവും വായുവും പ്രതിഷ്ഠിച്ചു എന്നുള്ള കഥ അവിടെ മാറ്റി വയ്ക്കുക. ഇതിൻ്റെ യോഗവിദ്യ ഇവിടെ കിടക്കുന്നത്. സഹസ്രനാമത്തിൽ പ്രാണേശ്വരൻ, പ്രാണനാഥൻ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ വിളിക്കുന്നുണ്ട് അല്ലേ? ഈ ഗുജറാത്ത് പ്രദേശങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൻ്റെ ഉള്ളിൽ വിഷ്ണു സഹസ്രനാമം പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ സ്വഭാവം, ഭഗവാൻ മലയാളിയല്ലല്ലോ, ഗുജറാത്തിയാണ്, അവിടുന്ന് വന്നതാ. ഈ ഗുജറാത്ത് പ്രദേശങ്ങളിലും മധുര പ്രദേശങ്ങളിലും അതേമാതിരി തന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെയൊക്കെ ജന്മനാടായിട്ടുള്ള നവദ്വീപം പോലുള്ള പ്രദേശങ്ങളിലും കൃഷ്ണൻ്റെ മാന്ത്രിക ഗ്രന്ഥങ്ങളുണ്ട്. ഗ്രന്ഥമൊന്നും ഞാൻ പറയുന്നില്ല. ആ മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ ചില മന്ത്രങ്ങൾ കേരളത്തിൽ ഒരു കൃഷ്ണക്ഷേത്രമായിട്ട് ബന്ധമില്ലെങ്കിലും ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധമുണ്ട്. അതിലൊരു മന്ത്രം കീഴ്ശാന്തിമാർ 12 ദിവസത്തെ ഭജന നടത്തുന്ന സമയത്ത് അവർക്ക് ജപിക്കാനുമുണ്ട്. അത് അവരിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ജപിക്കാനുണ്ട്. പണ്ട് ഞാനത് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ. ഒരു മുതിർന്ന അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ 18 അക്ഷരമുള്ള മന്ത്രം അത്. അതേപോലെ തന്നെ ഈ പ്രാണേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃഷ്ണൻ്റെ മന്ത്രമുണ്ട്. ആ പ്രാണേശ്വര കൃഷ്ണൻ രൂപമെടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ആ മന്ത്രത്തിൽ ശ്രീവിദ്യയുണ്ട്, ബാലയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ വെറും കൃഷ്ണനല്ല, പരബ്രഹ്മമാണ്. ഈ പരബ്രഹ്മമാണെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഭട്ടതിരി ഇത് എഴുതിയിരിക്കുന്നത്. അത് 100% ഉറപ്പാണ്. പ്രാണൻ്റെ അധിപതിയായിട്ടുള്ള ഒരു ദേവൻ അല്ലെങ്കിൽ ആ ചൈതന്യം എന്താ നമുക്ക് തരിക? നമ്മുടെ പ്രാണൻ്റെ ഒഴുക്കിനെ കറക്റ്റാക്കി തരും. അപ്പം രോഗമുള്ളവൻ്റെ പ്രാണൻ്റെ ഒഴുക്ക് കറക്റ്റായാൽ രോഗം മാറും. രോഗിയല്ലാത്തവൻ, ആരോഗ്യത്തോടെ ഇരിക്കുന്നവൻ്റെ പ്രാണൻ്റെ ഒഴുക്കിനെ ഒന്ന് കറക്റ്റാക്കി നിർത്തിക്കഴിഞ്ഞാൽ അവൻ അരോഗിയായിട്ടും ഇരിക്കും. ഗുരുവായൂരപ്പനെ തൊഴുതാൽ കിട്ടുന്നത് ഇതാണ് കിട്ടുന്നത്. ഗുരുവായൂരപ്പൻ പ്രാഥമികമായിട്ട് ഒന്നാമത്തെ ഭഗവാന്റെ വിഗ്രഹധർമ്മം നാരായണം കേൾക്കുമല്ലോ അല്ലേ? ഗുരുവായൂരപ്പൻ്റെ ഒന്നാമത്തെ വിഗ്രഹധർമ്മം എന്ന് പറയുന്നത് പുത്രദായകനാണ്. ഗുരുവായൂരപ്പൻ കുഞ്ഞുങ്ങളെ തരണവനാണ്. ബ്രഹ്മദേവന് സൃഷ്ടിക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള വിഗ്രഹമാണ്. അതുകൊണ്ട് ഫസ്റ്റ് ധർമ്മം വിഗ്രഹത്തിൻ്റെ. അത് പണ്ട് ഈ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹത്തിൻ്റെ ധർമ്മം, ഒന്നാം ധർമ്മം പുത്രദായകത്വം 1. 2 രോഗമുക്തി. അത് ഭവരോഗമുക്തി തന്നെ. അകത്തും പുറത്തുള്ള സകല രോഗങ്ങളും മാറ്റുക, ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഈ ജനനമരണ പുനരാവൃത്തിരഹിതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക. റിപ്പീറ്റ് ചെയ്യാത്ത ഈ സൈക്കിളിൽ വരാതാക്കി തരിക എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ തരുന്നത്. ബാക്കി നമുക്ക് ചോദിക്കാം, ശമ്പളം കൂട്ടിത്തരണേ, പ്രമോഷൻ ഉണ്ടാക്കി തരണേ, മക്കളുടെ കല്യാണം നടത്തി തരണേ, അതൊക്കെ ചോദിക്കാം. അതൊന്നും തെറ്റൊന്നുമില്ല. അച്ഛനും അമ്മയും ഒക്കെയാണ് നമ്മുടെ. പക്ഷേ അതിലൊക്കെ ഉപരി ഈ 2 മഹാത്മ്യങ്ങളുണ്ട്. ഭട്ടതിരി ഇത് ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് വന്നത്. കാരണം പൂന്താനത്തിൻ്റെയും ഭട്ടതിരുടെയും കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നമ്മൾ ഇന്ന് അറിയണ മാതിരി പ്രശസ്തമായൊരു ക്ഷേത്രമല്ല. തിരുനാവായാണ് അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം. അവിടെ പോവാതെ എന്തിനാണ് ഇവിടെ വന്നത്? തൊട്ടടുത്താണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം അടുത്തും ചന്ദ്രക്കാവൊന്നും അടുത്തിരിക്കണ തിരുനാവായ പോകാണ്ട് ഇവിടെ വന്ന് ഭജിച്ചത് എന്താണെന്ന് അന്വേഷിച്ചാൽ അതിൻ്റെ കാരണം കൃത്യമായിട്ടും ഭട്ടതിരിക്ക് അറിയാമായിരുന്നു. ഇത് കുലശേഖര പെരുമാളുടെ സമാധിയാണ്. മുകുന്ദമാല എഴുതിയ കുലശേഖരൻ്റെ സമാധി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്താണ്. ഞാനിവിടെ പൊതുവേദിയിൽ ആദ്യമായിട്ട് പറയുകയാണ്. ഞാനിത് ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശങ്കരാചാര്യർ വീണു എന്ന് കരുതുന്ന പ്രദേശത്ത് ആ സ്ഥാനത്താണ് കുലശേഖര പെരുമാളുടെ സമാധി നിൽക്കുന്നത്. ഇത് കേരളത്തിലെ സകല സന്യാസ പരമ്പരകൾക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ശങ്കരാചാര്യ പ്രതിഷ്ഠിതമായിട്ടുള്ള സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മഠങ്ങളിലുള്ള മഹാത്മാക്കളായിട്ടുള്ള മൂപ്പിൽ സ്വാമിയാർമാർക്ക് മുഴുവൻ അറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്തിരിക്കുന്നത് കുലശേഖര പെരുമാളുടെ സമാധിയാണ്. കുലശേഖര പെരുമാൾ പൂജിച്ച വിഗ്രഹമാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ചക്രവർത്തിയായിട്ടിരിക്കുന്നത്. ചക്രവർത്തി പൂജിച്ച വിഗ്രഹമാണ്. ചക്രവർത്തി പൂജിച്ച വിഗ്രഹം അത് പുനഃപ്രതിഷ്ഠിച്ചത് സാക്ഷാൽ വില്വമംഗല സ്വാമിയാരുമാണ്. 2ാമത്തെ വില്വമംഗലം. 3 വില്വമംഗലം ഉള്ളതിൽ 1ാം വില്വമംഗലം ഗുരുവായൂർ വന്നിട്ടേ ഇല്ല. അദ്ദേഹം കണ്ണ് സ്വയം കുത്തിച്ചൂഴ്ന്നെടുത്തിട്ട് വൃന്ദാവനത്തിലേക്ക് പോവുകയും ചെയ്ത് അദ്ദേഹമാണ് കർണാമൃതം എഴുതിയത്. 2ാമത്തെ ആൾ ഇത് പ്രതിഷ്ഠിച്ച ആൾ. 3ാമത്തെ ആൾ മാനവേദൻ്റെയും കുറൂരമ്മടിയും സമകാലികനായിട്ടുള്ള വില്വമംഗലം. ഇങ്ങനെ 3 പേരാണ് ഉള്ളത്. ആ വില്വമംഗലമാണ് ഭഗവാനെ പുറം കൈ കൊണ്ട് അടിച്ചതും
അപ്രത്യക്ഷമായതും തുടങ്ങി അനന്തങ്കാട്ടി കാണാം എന്നൊക്കെ പറയുന്ന, നമ്മൾ ദിവാകരമുനി എന്നൊക്കെ പറയുന്ന ആ മഹാത്മാവ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കിയാലേ ഭട്ടതിരി എന്തിനിവിടെ ആശ്രയിച്ചു വന്നു എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടുള്ളൂ. ഭട്ടതിരിക്ക് അറിയാമായിരുന്നു ഇത് ചില്ലറ കർമ്മഫലമല്ല താൻ അനുഭവിക്കുന്നത്. ഗുരുനാഥൻ്റെ കർമ്മഫലം വലിച്ചെടുത്തുകൊണ്ട് മാത്രം ഒരാൾക്ക് അസുഖം വരില്ല. അത് വലിച്ചെടുത്താൽ അതിനുള്ള പുണ്യമുണ്ടെങ്കിൽ അത് കത്തിപ്പോവുകയുള്ളൂ. പക്ഷെ അത് രോഗത്തിൻ്റെ രൂപത്തിൽ തൻ്റെ ശരീരത്തിലും വരണമെങ്കിൽ താനും പൂർവ്വത്തിൽ അതിനൊത്ത ദുഷ്കർമ്മം ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് വന്നു. അത് കത്തിക്കാനുള്ള സ്ഥലം എവിടെ നോക്കി? അത് ഗുരുവായൂരാണെന്ന് മനസ്സിലായി. ആ പ്രാണനെ കറക്റ്റ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നു. അപ്പോൾ ഭക്തിയുടെ പാരമ്പര്യത്തിൽ നമ്മൾ വളരെ ആദരവോട് കൂടിയിട്ട് സ്വീകരിക്കുന്ന കാര്യങ്ങളാണ്. മേൽപ്പത്തൂരിൻ്റെ വാതരോഗം മാറ്റാൻ വേണ്ടി മേൽപ്പത്തൂർ ഗുരുവായൂർ വന്നു എന്നും ഭജിച്ചു എന്നും ഒക്കെ നിങ്ങൾക്കറിയോ? ഈ വേദിയിൽ, ഈ സ്റ്റേജിൽ 2019 പിൽക്കാലത്ത് ഗുരുവായൂരപ്പൻ അയാളുടെ മുഖം മൂടി വലിച്ചു കീറി കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ. അയാൾ ഇവിടെ നിന്നിട്ട് ഈ സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗിച്ചു, ഭട്ടതിരി ഗുരുവായൂരെ വന്നിട്ടില്ല, നാരായണീയം എഴുതിയതൊരു കെട്ടുകഥയാണെന്ന്. അന്ന് ഞാൻ അതിൻ്റെ നടത്തിപ്പുകാരോട് ചോദിച്ചു, ഈ ഗുരുവായൂർ നട്ടലോട് കൂടിയിട്ട് ഗുരുവായൂരപ്പന് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു. നോക്കൂ, ഇന്ന് ഭഗവാന്റെ പ്രതികാരങ്ങൾ അതൊക്കെ നിങ്ങൾ അമ്മമാർ ഇത് മുഴുവൻ എഴുതിയിട്ട് ഇവിടെ സമർപ്പിക്കുക. ഈ വേദിയിൽ ഇതേ പോഡിയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയുന്നു. അപ്പോൾ ഭക്തിയുടെ പാരമ്പര്യത്തിൽ പറയുന്നതിനെ മുഴുവൻ പുച്ഛത്തോടെ കാണുന്ന വലിയൊരു വിഭാഗം നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോഴുണ്ട്. അവരൊക്കെ ചരിത്രം എന്താണെന്നാണ് നോക്കണം. നാരായണീയത്തിൻ്റെ വലിപ്പവും ആഴവും സ്വാധീനവും ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം മേൽപ്പത്തൂരിൻ്റെ ശരീരരോഗം മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. ഒരു വ്യക്തിയുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് മാത്രം ഭഗവാൻ 1000-ലധികം ശ്ലോകങ്ങളുള്ള 100 ദശകങ്ങളായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഭാഗവതത്തിൻ്റെ തത്വവും അവതാരകഥകളും ഭക്തിയോഗവും ബ്രഹ്മവിദ്യയും കൃഷ്ണനോടുള്ള അടങ്ങാത്ത പ്രേമവും ഒക്കെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു മഹാഗ്രന്ഥം ഗുരുവായൂരപ്പ ലോകത്തിന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കുമോ? ഒരാൾ എൻ്റെ അസുഖം മാറാനാണെന്ന് മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ചോദ്യം കൂടുതൽ ആഴത്തിൽ ചോദിക്കണം. മേൽപ്പത്തൂരിൻ്റെ രോഗം വെറുതെ ഒരു കാരണമാണോ? അത് നാരായണീയം ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ടാക്കിയ ഒരു റീസൺ, നിമിത്തമാത്രം എന്നല്ലേ എപ്പോഴും പറയണത്, നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിമിത്തമാത്രമായിട്ടാണോ? അതുകൊണ്ടാണോ ഇത്രയും പുണ്യജന്മായിട്ടുള്ള ഒരാളെ ആ ഒരു 10-24 വയസ്സ് വരെ രാവിലെ 11 മണിയായാൽ മാത്രം ഭാര്യയുടെ ഒപ്പമുള്ള മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വരാനും കോണവും കൊടുത്തിട്ട് കവടിപ്പലക ചാടിക്കടക്കണയും വിധത്തിൽ അധമനാക്കിയിട്ട് ജീവിപ്പിച്ചത് ഗുരുവായൂരപ്പ? ഭട്ടതിരിയുടെ വേദന എന്താണെന്നറിയോ? ഭട്ടതിരി ജീവിച്ച ജീവിതത്തിനെ ആലോചിച്ചിട്ടുള്ള. ഭട്ടതിരി വളരെയധികം അസന്മാർഗീയ സ്വഭാവമുള്ള ഒരാളായിരുന്നു. നമ്മളീ കരുതുന്ന പോലെയൊന്നുമല്ല. ഭട്ടതിരിയുടെ ചേട്ടൻ പറഞ്ഞത്, അദ്ദേഹം ശ്ലോകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്, ഇവനെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട്. ശ്ലോകങ്ങൾ തിരുനാവായ ബ്രാഹ്മണ സമൂഹ സഭയിൽ അദ്ദേഹം ശ്ലോകം എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട്, ഭട്ടതിരി ഏഴേലത്ത് അടുപ്പിക്കരുത്. ഭട്ടതിരി നന്നായി എന്ന് വിശ്വസിക്കാൻ അദ്ദേഹം ജീവിതാവസാനം വരെ കൂട്ടാക്കിയതുമില്ല. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ പലരും ആ വ്യക്തിക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഉൾക്കൊള്ളില്ല. ഭട്ടതിരിയുടെ ചേട്ടൻ ഒരിക്കലും അദ്ദേഹത്തിന് അംഗീകരിച്ചിരുന്നില്ല. അനിയനാണ് കൂടെ നടന്നിരുന്നത്, മാതൃദത്തൻ. നമുക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ 100 ദശകങ്ങളായിട്ട് 1036 ശ്ലോകങ്ങളിൽ 16-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒന്ന് എഴുതിയിരുന്നു എന്ന് പറയുമ്പോൾ പറയും ഒരു ഭക്ത കവി എന്ന് പറഞ്ഞിട്ട് വയ്ക്കും. അങ്ങനെ നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് പറയലാ പതിവ്. വ്യാകരണവും തർക്കവും വേദവും ശാസ്ത്രവും എന്താ പറയുക, അതിലൊക്കെ അത്യുന്നതമായിട്ടുള്ള പാണ്ഡിത്യമുള്ളൊരു മഹാത്മാവ്, പ്രക്രിയാസർവസ് എന്ന് പറഞ്ഞ ഒരു വലിയ ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഒരു ജീനിയസ് എന്ന് പറയാവുന്ന ഒരു മഹാമനീഷി. പക്ഷേ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് ഈ ചരിത്രം പറയുന്ന ആൾക്കാർക്കൊക്കെ കണ്ണു ചുളിയണത്. അതിനെന്താ തെളിവ് എന്ന് ചോദിക്കും. അതാണ് വിഡ്ഢിത്തരം. അവിടെ എന്താ വെച്ചാൽ, ഈവൻ നമ്മൾ പല ഭക്തർക്ക് പോലും ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ആരോ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞ മാതിരി നമ്മുടെ എന്തോ ഒരു ആവശ്യം പോയിട്ടും പരാതി മാത്രം പറയേണ്ട ഒരാളായിട്ടാണ്. അതാ ശ്രീകോവിലിനുള്ളിൽ മാത്രം ഇരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ ചിന്തിക്കണതിൻ്റെ പ്രശ്നമാണ്. നേരെ മറിച്ച് നമ്മുടെ അന്തര്യാമിയായിട്ട് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. നോക്കൂ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം മഹത്തരമാണ്. അതൊന്നും ചെറിയ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ടു റൺ എ ഫാമിലി. ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല. നമ്മളെന്തോ ഇത് എല്ലാവരും ചെയ്യണം, അതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണെന്ന്. ഇത് ഭഗവാന്റെ തീരുമാനം കൊണ്ട്, ഭഗവാന്റെ ശക്തി കൊണ്ട് അല്ലേ?
ഭഗവതോ വീര്യേണ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭഗവതോ വീര്യേണ ഭഗവതോ ബലേന ഭഗവതോ വീര്യേണ ഭഗവതസ്തേജസ ഭഗവതകർമ്മണ ഭഗവതകർമ്മ കരിഷ്യാമി ഭഗവതോ വാസുദേവസ്യ എന്നാ പറയുക. ഭഗവാന്റെ വീര്യം കൊണ്ട്, ഭഗവാന്റെ ബലം കൊണ്ട്, ഭഗവാന്റെ തേജസ് കൊണ്ട്, ഭഗവാന്റെ ഇച്ഛ കൊണ്ട്, ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഭഗവാനാൽ ചെയ്യിപ്പിക്കപ്പെടുന്ന കാര്യം വാസുദേവന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണമെന്നാണ് പറയണത്. ഇത് തിരിച്ചറിയാന്നുള്ളതാണ്. ഇത് ഭട്ടതിരിയും അതാ കാണിച്ചു കൊടുത്ത്. രോഗമൊക്കെ ഒരു നിമിത്തം മാത്രം, രോഗം വെറും ഒരു നിമിത്തം മാത്രം. ചിലപ്പോൾ അത് നമ്മൾ ഏറ്റവും ഉറ്റവരുടെ ജീവിതത്തിലായിരിക്കും സംഭവിക്കുക, ചിലപ്പോൾ അതല്ലാത്തവരുടെ ജീവിതത്തിലായിരിക്കും സംഭവിക്കുക. ഭഗവാൻ നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും, ഒരു സംശയമില്ല. ഞാനെപ്പോഴും വ്യക്തിപരമായിട്ടുള്ള പ്രഭാഷണങ്ങളിൽ ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളുകളിലൊന്നാണ്. അദ്ദേഹം കാരണം ഉണ്ടാക്കിയിട്ട് എത്തിച്ചതാണ്. എൻ്റെ അച്ഛനൊരു രോഗം കൊടുത്തു, അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിൽക്കേണ്ടി വരുന്നു. ഞാൻ നാട്ടിൽ നിൽക്കേണ്ടി വന്നതുകൊണ്ട് ഭഗവാൻ എനിക്ക് ഇത് ഇങ്ങനത്തെ അവസരങ്ങൾ തന്നു. അതിന് പോലും കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് എനിക്ക് കാണാൻ സാധിക്കും. കാരണം എൻ്റെ അച്ഛൻ അവസാനം വന്ന് തൊഴുത് ഭഗവാനാണ്. അങ്ങനെ പോവുക ചെയ്തു. പോയതിന് ശേഷമാണ് ഒരു മാസം കഴിഞ്ഞിട്ട് അച്ഛൻ വീഴണത്. അച്ഛൻ പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല. പക്ഷെ ഗുരുവായൂരപ്പൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അദ്ദേഹം ഒരു മഹാനദിയാണെങ്കിൽ നമ്മളൊരു പൊങ്ങുതൊടി പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ കടന്ന് ഒഴുകണം. ചിലപ്പോൾ അദ്ദേഹം നമ്മളെ എടുത്തിട്ട് കരയിലേക്ക് ഇടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളമായിട്ട് വന്നിട്ട് വീണ്ടും ഇളക്കി കൊണ്ടുപോകും. വെള്ളച്ചാട്ടത്തിലേക്ക് എറിയും, അവസാനം കടലിൽ കൊണ്ടിടും. അദ്ദേഹം തന്നെ കടൽ, അദ്ദേഹം തന്നെ നദി, അദ്ദേഹം തന്നെ മഴ, അദ്ദേഹം തന്നെ സകലതും. അതുകൊണ്ട് ഭട്ടതിരിയുടെ കാര്യത്തിൽ ഇത് തന്നെ അദ്ദേഹം ചെയ്തു. ഭക്തിയുടെ ഭാഷ മാത്രമല്ല, ഭക്തൻ്റെ ജീവിതത്തിലെ വേദന, പ്രതിഭ, സമർപ്പണം, ഈശ്വര സാന്നിധ്യം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു മഹാഗ്രന്ഥം ജനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ ആദ്യം ആഗ്രഹിച്ചത് എന്തായിരിക്കും? ആ വ്യക്തിയെ കാണുമ്പോൾ, മേൽപ്പത്തൂർ വളരെ വലിയ പണ്ഡിതനാണ്, വ്യാകരണത്തിലും ശാസ്ത്രത്തിലും തർക്കത്തിലും ഒക്കെ അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള അറിവുണ്ട്. പക്ഷെ അറിവ് മാത്രം മനുഷ്യനെ ഒരിക്കലും ഭഗവാന്റെ അടുത്ത് എത്തിക്കില്ല. ഗുരുവായൂരപ്പ സത്യമായിട്ടുള്ള കാര്യമാണ്. അറിവ് ബുദ്ധിയെ തീക്ഷണാക്കുന്നുള്ളത് വളരെ കറക്റ്റാണ്, ഒരു സംശയവും വേണ്ട. ഭക്തി പക്ഷെ ഹൃദയത്തിനെ മൃദുവാക്കി തരും, അഹങ്കാരം ഇല്ലാണ്ടാക്കി തരും. അറിവ് മനുഷ്യനെ നന്നായി സംസാരിക്കാൻ പഠിപ്പിക്കും, വേദന മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. വേദനയുടെ പാരമ്യത്തിലെത്തുമ്പോൾ പ്രാർത്ഥനയിൽ നിൽക്കും, അങ്ങോട്ടുള്ള പറച്ച് നിർത്തി അപ്പോഴാണ് ഇങ്ങോട്ട് എന്താ പറയണതെന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങുക. അതുവരെ വേദന അങ്ങനെ മുറുക്കി 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 കൊണ്ട്, അത് ഭഗവാന്റെ രീതിയാണ്. അറിവുള്ള ആൾക്ക് ഭഗവാനെക്കുറിച്ച് എത്ര വേണമെങ്കിലും വിശദീകരിക്കാം, വാക്കുകൊണ്ട് അമ്മാനാടാം കൃഷ്ണൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം. പക്ഷേ തകർന്നു പോയിട്ടുള്ള ഹൃദയമുള്ളവനെ ഭഗവാനെ വിളിച്ച് കരയാൻ പറ്റുള്ളൂ. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഹൃദയം നിറങ്ങി അങ്ങോട്ട് പൊട്ടണം. ഇപ്പം കുറച്ച് നേരത്തെ ചെയർമാൻ്റെ പ്രഭാഷണത്തിൽ അതിൻ്റെ ഒരു അലയാണ് നമ്മൾ കണ്ടത്. ഹൃദയം നുറുങ്ങണം. ഹൃദയം നുറുങ്ങുമ്പോഴാണ്, ഹൃദയം ദ്രവിക്കുമ്പോൾ, ഹൃദയം അവനിരിക്കണ സ്ഥലം എന്നാണ്. അപ്പോൾ പൊതിഞ്ഞ് വെച്ചിരിക്കുക നമ്മൾ. അത് ഉരുകി അങ്ങോട്ട് പോകുമ്പോഴാണ് അകത്തിരിക്കണ തേജസ് നമ്മൾ കാണുന്നത്. മേൽപ്പത്തൂരിൻ്റെ ജീവിതത്തിൽ രോഗം വരുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഇല്ലാണ്ടായില്ല. ചൈതന്യ മഹാപ്രഭുവിന് ഇതേപോലെ തന്നെയാണ്. മഹാപ്രഭു പാണ്ഡിത്യത്തിൻ്റെ പരകോടി കണ്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ താങ്ങിക്കൊണ്ട് നടക്കണം, ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കണ പോലെയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം ആർക്കും പിടിതരാത്തൊരു മഹാസ്തംഭമാണ്. ഇന്ന് ചൈതന്യനെക്കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ടോട്ടൽ നോൺസെൻസാണ്. അവരൊക്കെ യേശു ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, സോളമൻ്റെ ടെമ്പിളിൻ്റെ പുറത്ത് ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞതുപോലെ, ചാട്ടവാറ് കൊണ്ടല്ല, വേറെ എന്തെങ്കിലും കിട്ടിയാൽ അടിക്കണം. അത്രയും ദുർവ്യാഖ്യാനമാണ് ചൈതന്യനെക്കുറിച്ചൊക്കെ ചെയ്യുന്നത്. ഭാഗ്യത്തിന് ഭട്ടതിരി എന്ന് രക്ഷപ്പെട്ടു. ചൈതന്യ മഹാപ്രഭു ആണെങ്കിലും ഭട്ടതിരി ആണെങ്കിലും ഒക്കെ അറിവിൻ്റെ അഹങ്കാരത്തിൻ്റെ പാരമ്യതയിൽ നിന്നുകൊണ്ടാണ് അവർക്കൊക്കെ ഭക്തിയുടെ എളിമയുണ്ടാവുന്നത്. അതാണ് അവരുടെയൊക്കെ ഗ്രേറ്റ്നെസ്. എത്തേണ്ടതിൻ്റെയൊക്കെ അപ്പുറത്ത്, നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള അറിവാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നു, ജീവിതകാലത്ത് അവർ സമ്പാദിച്ചിരുന്നത്. എന്നിട്ട് ഈ പഠിച്ചതൊന്നും ഒന്നുമല്ല എന്ന് പറയാൻ പറ്റും. ഉള്ളവനെ ത്യജിക്കാൻ പറ്റും, ഇല്ലാത്തവൻ എന്ത് ത്യജിക്കും? ഗുരുവായൂരപ്പ എനിക്കൊരു ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ മേൽക്കൂര സ്വർണം പൊതിയാം എന്ന് പറയണത് പോലെയാണ്. ആദ്യം ഉണ്ടാക്കണം, ഉണ്ടാക്കിയിട്ട് വേണം ത്യജിക്കാൻ. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, മഹാദേവൻ സപ്തഋഷികളെ മുഴുവൻ പഠിക്കാനുള്ള മുഴുവൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരെ മുഴുവൻ ആട്ടിപ്പായിക്കാണ്, ഇറങ്ങിപ്പോ. ഭഗവാന്റെ സ്വഭാവം അങ്ങനെയാണ്, പെട്ടെന്നാ മാറുക, ഇറങ്ങിപ്പോറും. അഗസ്ത്യാദികൾ കാലിൽ വീണ് കരഞ്ഞു, ഞങ്ങൾ എവിടെ പോകാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ പോലും മരിച്ചുപോയി, ആരുമില്ല ഞങ്ങൾക്ക് പോകാൻ. അതൊന്നും എനിക്ക് കണ്ട, ഇറങ്ങിപ്പോ, കൈലാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇറങ്ങി പടിയുടെ അവിടേക്ക് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി ഭഗവാനെ നമസ്കരിച്ചിട്ട് തിരിഞ്ഞു നോക്കി പടിയുടെ എത്തിയിട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ കൈകൊട്ടിയിട്ട് വിളിച്ചു, ഇങ്ങോട്ട് വാ പറഞ്ഞു.
എങ്ങടെ പോകണം വെറും കൈയോടെ, എൻ്റെ ദക്ഷിണ എവിടെയാണ്? ഇത്രയും കാലം ഞാൻ പഠിപ്പിച്ചതിൻ്റെ ഫീസ് തന്നു. അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ സകലതും നഷ്ടപ്പെടുത്തിയിട്ടാണ്, എല്ലാം ത്യജിച്ചിട്ടാണ് അങ്ങയുടെ അടുത്ത് വന്നത്. അതൊന്നും പറഞ്ഞാൽ കാര്യമില്ല, എനിക്ക് ദക്ഷിണ കിട്ടിയേ പറ്റൂ. ദക്ഷിണ തരാത്ത വിദ്യ വിഫലം എന്ന് പറഞ്ഞു. കുറേ ആലോചിച്ചപ്പോൾ വസിഷ്ഠ മഹർഷിക്ക് മനസ്സിലായത്രേ എന്താ ഭഗവാൻ ഉദ്ദേശിക്കണമെന്ന്. 7 പേരും അന്യോന്യം സംസാരിച്ചിട്ട് ഭഗവാന്റെ കാൽക്കൽ വന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഇത്രയും കാലം അവിടുന്ന് തന്ന അറിവ് മുഴുവൻ അങ്ങയുടെ പാദത്തിൽ ദക്ഷിണയായിട്ട് വെക്കണമെന്ന്. അപ്പം എൻ്റെ മക്കൾ വാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അത്ര 7 പേരെയും. ഇപ്പം ഞാനും നിങ്ങളും ശൂന്യരായി എന്ന് പറഞ്ഞു അത്ര മഹാദേവൻ. ഇതാണ് സാക്ഷാത്കാരം. ഭട്ടതിരിക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്തു ഗുരുവായൂരപ്പൻ. ഇത് തന്നെയാണ് ഉണ്ടാക്കി. ഇതേ അനുഭവം ആ അഗ്രേ പശ്യാമി എന്ന 100ാമത്തെ ദശകം, അത് 97ാമത്തെ ദിവസം വരുമ്പോഴേക്കും തന്നെ അത് നമുക്ക് ഏകദേശം മനസ്സിലാവും. പണ്ഡിതൻ മരിച്ചു, ഭക്തൻ മാത്രം അവശേഷിച്ചു എന്ന് നമുക്ക് 97ാമത്തെ ദശകം എത്തുമ്പോഴേക്കും മനസ്സിലായി. എന്നാലും ഭട്ടതിരിയുടെ ആ വേദജ്ഞാനം 99ാമത്തെ ദശകം വരുമ്പോൾ അങ്ങോട്ട് പൊട്ടി ഒഴുകണ് പുറത്തേക്ക്. അതുകൊണ്ട് മേൽപ്പത്തൂരിൻ്റെ ജീവിതത്തിൽ രോഗം വന്നതുകൊണ്ട് പാണ്ഡിത്യം ഇല്ലാണ്ടായിട്ടൊന്നുമില്ല. ആ പാണ്ഡിത്യത്തിൻ്റെ സ്വഭാവം ഭഗവാൻ മാറ്റി. അതുവരെ പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടിയിട്ടും പണക്കിഴി കിട്ടാനും സമ്മാനം കിട്ടാനും സർട്ടിഫിക്കറ്റ് കിട്ടാനും പ്രഭാഷണങ്ങൾ ചെയ്തിരുന്ന അദ്ദേഹം, അല്ലെങ്കിൽ എഴുതിയിരുന്ന അദ്ദേഹം, പഠിപ്പിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ മാറ്റി. നമുക്ക് 100 കാര്യങ്ങൾ പറയാൻ നാക്കുണ്ടാവാം, പക്ഷെ ഭഗവാന്റെ പറയുമ്പോഴാണ് നാക്കുകൊണ്ട് ഗുണം ഉണ്ടാവുക, അല്ലേ? അപ്പോൾ പാണ്ഡിത്യത്തിൻ്റെ സ്വഭാവം മാറി. ശാസ്ത്രം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വസിച്ചിരുന്നത് കൊണ്ട് ആ ശാസ്ത്രം പ്രാർത്ഥനയായിട്ട് മാറി. ഈ ഭാഗ്യം എത്ര പേർക്ക് തന്നെ കിട്ടുന്നുണ്ട്? എത്ര തന്നെ സ്കോളേഴ്സിന് അത് കിട്ടുന്നുണ്ട്? വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞവർക്ക് തലയിൽ ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം കൊണ്ട് അത് ഭഗവാനുള്ള പ്രാർത്ഥനയായിട്ട് മാറിയില്ലെങ്കിൽ ഇതാ ഇതുപോലുള്ള വേദികളിൽ വന്നിട്ട് നാരായണീയം എഴുതിയത് തട്ടിപ്പാണെന്ന് പറയും. അതാണ് അവരുടെ ദുര്യോഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ വർഗം കൂടുതലുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, ജനിച്ചു വളർന്നത്. കേരളം എന്ന് പറയുന്നത് ഇത് കേരളമാണ് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ നാഴിക്ക് 40 പ്രാവശ്യം. ഈ കേരളത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ശാസ്ത്രം വിഷമായി മാറുന്ന അവസ്ഥ, പ്രാർത്ഥനയായി മാറാത്ത അവസ്ഥ. ഞാൻ നേരത്തെ നാരായണ നാരായണ പറയാൻ പറയുമ്പോൾ പറയാത്തവരുടെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഊട്ടുവരയിൽ 92-ത്തെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഹരിദാസ്ഗിരി മഹാരാജിൻ്റെ. ഞാനിത് പല സ്ഥലത്തും പറയാറുണ്ട്. ചെമ്പൈ സംഗീതോത്സവത്തിന് മുകളിലത്തെ ഊട്ടുവര, നമ്മുടെ ഇന്ന് ചോറൂണ് നടക്കണം അവിടെയാണെന്ന് നടക്കണത്. അദ്ദേഹം പറയുകയാണ് കയ്യെ തട്ടുങ്കോ എന്ന് എല്ലാവരുടെ അടുത്തും ഭജന, ഭഗവാന്റെ നാമം പറയാൻ പറ്റും. ഒരൊറ്റാൾ കൈ തട്ടുന്നില്ല. അങ്ങനെ മസിൽ, നമ്മൾ മലയാളിയല്ലേ, കൈ തട്ടാൻ പാടില്ല. അങ്ങനെ മസിൽ പിടിച്ചിട്ടിരിക്കുക. അവസാനം അദ്ദേഹം കണ്ണീരോട് കൂടിയിട്ടൊരു കാര്യം പറയുന്നുണ്ട്, കർമ്മഫലം അതാണ് കൈ പൊങ്ങാത്തതെന്ന്. ഒരു ആചാര്യനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? ആ മഹാത്മാവ് ഋഷികേശിൽ ഗംഗയിലിറങ്ങി അപ്രത്യക്ഷനായി പോവുകയും ചെയ്തത് ഒരു 8 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ. അത്ര വലിയൊരു ഭജന സംഗീതത്തിൻ്റെ ഒരു കുലപതിയായിരുന്നു ഹരിദാസ്ഗിരി മഹാരാജ്. നിങ്ങൾക്ക് ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുമോ വീഡിയോ. അദ്ദേഹം പറയുന്നുണ്ട് കയ്യെ തട്ടുമ്പോൾ അപേക്ഷിക്കുകയാണ് ആൾക്കാരുടെ അടുത്ത്. ഭഗവാന്റെ നാമല്ലേ, കൈതട്ടു. ആലോചിച്ച് നോക്കാം, അന്നത്തെ ഭാഗ്യം. അമ്പലത്തിൻ്റെ ഉള്ളിലാ നാമജപം. ഇന്ന് അതിൻ്റെ ഉള്ളിൽ നാമം ജപിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ശബരിമലയ്ക്ക് പോകുമ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിലൊന്നും ഇന്ന് നാമം കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ബുദ്ധിയിൽ മാത്രം വസിച്ചിട്ട് കാര്യമില്ല അറിവ്, അത് പ്രാർത്ഥനയായിട്ട് മാറണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചിരുന്നു. ആ നിശ്ചയമാണ് നമ്മുടെ അകത്തൊക്കെ 100,000 അറിവുകൾ ഉണ്ടായാലും അതൊക്കെ പ്രാർത്ഥനയായിട്ട് മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ എളിമയും പ്രകാശവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചതിൻ്റെ ഫലമാണ് ആ ഒരു വ്യക്തിയിൽ കൂടെ പ്രവർത്തിച്ചത്. അത് ഭഗവാന്റെ ഇച്ഛ പ്രവർത്തിക്കുന്നതാണ്. നാരായണീയത്തിൻ്റെ ആദ്യത്തെ മഹാസന്ദേശം തന്നെ അതാണ്. ഭഗവാൻ ഒരിക്കലും നമ്മുടെ കഴിവുകളെ നശിപ്പിക്കുന്നില്ല. ആ കഴിവുകളുടെ പേരിൽ നമ്മൾ എത്ര അഹങ്കരിച്ചാലും, മറിച്ച് അതിനെയൊക്കെ ശുദ്ധീകരിച്ച് തൻ്റെ നേരെ തിരിച്ചു പിടിപ്പിക്കും. നമ്മൾക്ക് പാചകം ചെയ്യാനുള്ളൊരു വലിയ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന് വേണ്ടി നേദ്യമുണ്ടാക്കുമ്പോഴാണ് അത് ശുദ്ധമായിട്ട് മാറുന്നത്. നമുക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ ഭഗവാന്റെ കീർത്തനം പാടുമ്പോഴാണ് അത് ശുദ്ധമായിട്ട് മാറുന്നത്. ഇതപ്പം കഴിഞ്ഞ ദിവസം കടന്നുപോയ ആ മഹതി അമ്മ, വ്യക്തിപരമായിട്ട് ഞാൻ ഒരുപാട് അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അവരുടെ മകൻ മരിച്ചുപോയി, അവരും എസ് ജാനകി. ആ അമ്മയുടെയൊക്കെ ജീവിതം തന്നെ പ്രാർത്ഥന. അമ്മ എത്രയോ വളരെ ലൗകികമായ പാട്ടുകളും പാടിയിട്ടുള്ള ആളാണ്. പക്ഷെ അമ്മ എന്നും അവരുടെ അകത്തുണ്ടായിരുന്ന ആ ഒരു ചൈതന്യം എന്ന് പറയുന്നത് അവരവരുടെ സംഗീതത്തിനെ ഭഗവാന് വേണ്ടിയിട്ട് സദാ സമർപ്പിച്ചുകൊണ്ടിരുന്നു. അത് റെക്കോർഡിംഗ് തിയേറ്ററിലൊന്നും ആയിരുന്നില്ല. അവർ വൈകുന്നേരങ്ങളിൽ നമ്മളവരുടെ ടി നഗറിലെ പഴയ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ അമ്മ നമ്മളെയൊക്കെ പോലെ തന്നെ ഇന്ന് ആലോചിച്ച് നോക്കും, എസ് ജാനകി ഇരുന്നിട്ട് വൈകുന്നേരം സന്ധ്യാനാമം ചെല്ലുക. അതെങ്ങനെയുണ്ടാവും?
അത് കേട്ടോണ്ട് നമുക്ക് ഉമ്മർത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, അമ്മ വരണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, അത് കേട്ടോണ്ടിരിക്കൽ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ചെയ്യുന്നതിൻ്റെ സമർപ്പണം, അവർക്ക് എത്ര വേണമെങ്കിലും അഹങ്കരിക്കാം, ഏത് തരത്തിലും അവർ അത്രയും ഉയരത്തിലിരുന്ന ഒരാളാണ്. പക്ഷേ ആ ഭഗവാന് വേണ്ടിയിട്ട് അവരത് സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, 4 വാക്ക് പറയാൻ സാധിക്കുക, 2 വരി എഴുതാൻ സാധിക്കുക, ഇതൊക്കെ ഒരു വലിയ. ഇപ്പോൾ പരമേശ്വര സാറുടെ ഈ ലേഖനങ്ങൾ അത് പണ്ട് ഭക്തപ്രിയല വന്നുകൊണ്ടിരുന്നത്, അതിനെ എടുത്തിട്ട് ഈ ഫേസ്ബുക്കിൽ ദേവസ്വത്തിലേക്ക് ഇടാൻ തുടങ്ങിയ അതിക്രമം ഞാനാ ചെയ്തത്. അതിനും എനിക്ക് നല്ലോണം തല്ല് കിട്ടിയിട്ടുണ്ട് പലരുടെയും നിന്ന്. അതിപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും സാറത് എനിക്ക് അയച്ചു തരും. ഞാൻ എത്ര തിരക്കാണെങ്കിലും ഞാനിപ്പോൾ സാധിച്ചില്ലെങ്കിൽ പോസ്റ്റ് ചെയ്യും. സാറെ സംബന്ധിച്ചിടത്തോളം സാറുടെ ഏറ്റവും വലിയ ഉപാസനകളൊന്നും അതാണ്. നമ്മൾ വിചാരിക്കും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതണതോ അല്ല, ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര ചരിത്രത്തിനെ ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളത് ഭഗവാൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട്. ഒരു 50 കൊല്ലം കഴിയുമ്പോഴേ ഇതിൻ്റെ വിലയേറിയുള്ളൂ. 50 കൊല്ലം 100 കൊല്ലം. ഇപ്പോൾ സാറ് നേരത്തെ പ്രഭാഷണത്തിൽ തന്നെ എത്ര ഡേറ്റുകൾ പറഞ്ഞു. ആദ്യത്തെ നാരായണീയം വന്നത്, അന്നത്തെ വില 3.5 രൂപ എന്നൊക്കെ പറയും. ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടും ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ അടയാളപ്പെടുത്തലുകളാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഏതൊക്കെ തലത്തിൽ പ്രവർത്തിക്കുന്നു പറയാൻ പറ്റില്ല. മേൽപ്പത്തൂരിൻ്റെ ബുദ്ധിയെ ഭക്തിയാക്കി, അറിവിനെ അർച്ചനയാക്കി, കവിതയെ നൈവേദ്യമാക്കി, വാക്കുകളെ പൂക്കളാക്കി. ഇതാണ് ഭഗവാൻ ചെയ്തത്. ഇതാണ് വാസ്തവത്തിൽ ഭഗവാൻ ചെയ്തത്. മേൽപ്പത്തൂരിൻ്റെ രോഗശരീരം ആ ക്ഷേത്ര ബലിക്കല്ലിൻ്റെ അവിടെയാണ് ആദ്യം വന്നിട്ടിരുന്നത്. അന്ന് ഇന്നത്തെ മാതിരി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പ്രഭാഷണങ്ങളിൽ, ഈ ചുറ്റമ്പലത്തിന് കവറിംഗ് ഒന്നുമില്ല. അമ്പലം വളരെ ചെറിയൊരു അമ്പലമാണ്. മേൽപ്പത്തൂർ കണ്ട ശ്രീകോവിലല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് മാനവേദം പണിയിച്ച ശ്രീകോവിലാണ്. മാനവേദനും വളരെ ചെറിയ കുട്ടിയൊറ്റയാണ്. എനിക്കോട് മാനവേദൻ ജനിച്ചിട്ട് തന്നെ ഉണ്ടാവുക സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് 4 കൊല്ലമൊറ്റ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് തോന്നുന്നത്, മേൽപ്പത്തൂർ കടന്നുപോയതിന് ശേഷം. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് അഗ്രേപശ്യാമി എന്ന് പറഞ്ഞ് കണ്ട ശ്രീകോവിലല്ല നമ്മളിന്ന് കാണുന്നത്. 637 പണിത ശ്രീകോവിൽ, 1637 പണിത ശ്രീകോവിൽ അപ്പോൾ നമ്മൾ കാണുന്നത്. ആ ശ്രീകോവിൽ അന്നത്തെ ഗുരുവായൂർ ക്ഷേത്രം അത്രയും ചെറുതായിരുന്നത് കൊണ്ടും മേൽക്കൂരയില്ല ചുറ്റമ്പലത്തിനുള്ളതുകൊണ്ട് നല്ല തിളച്ച വെയിലത്ത് പൊള്ളുന്ന മണൽ ബലിക്കല്ലിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്താണ് ഭട്ടതിരി ആദ്യം കൊണ്ടുവന്നിട്ട് ഒരു പായോ ഒരു തുണിയോ വിരിച്ചിട്ട് ഇരുത്തിയിട്ടുണ്ടാവുക അനിയൻ. കാരണം എന്താ വെച്ചാൽ വാഴയുടെ സൈഡിൽ കൂടെ ഉമിനീര് ഒലിച്ചുകൊണ്ടിരിക്കും, കോടിയിരിക്കണമുണ്ട്. അശുദ്ധിയാണ് അകത്ത് കയറ്റിയിരുത്തിയ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സ്നാനം ചെയ്യിപ്പിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനം വിരുദ്ധമാണ് ഈ വാദത്തിന്. അങ്ങനെ ഇരിക്കുന്ന ആളാണ് ഈ പുലർച്ചെ കുളിച്ചിട്ട് എന്താണോ വിരുദ്ധം അതാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പാതാളാഞ്ജനം കൊണ്ടാണ് നമുക്കൊക്കെ അറിയാം. അതിൽ കളഭം കൊണ്ട് ചാർത്തണുണ്ട്. അതിലിടുന്ന പച്ചക്കർപ്പൂര പാതാളാഞ്ജനത്തിന് എത്ര വിരുദ്ധമായിട്ടുള്ളൊരു വസ്തുവാണെന്ന് എത്ര പേർക്കറിയാം. പക്ഷെ ഗുരുവായൂരപ്പൻ നിലനിൽക്കണില്ലേ? പ്രകൃതിയിൽ പ്രശ്നമാണ് തോന്നുന്ന പല സംഭവങ്ങൾ പോലും ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തുമ്പോൾ അത് പ്രശ്നം അല്ലാണ്ടായിട്ട് മാറുന്നത് കാണാം. ഭട്ടതിരിയുടെ അശുദ്ധി ഭഗവാന് പ്രശ്നമായിരുന്നില്ല. ആദ്യത്തെ 10 ദിവസത്തെ 10 ദശകം, 10 ദിവസം, ഓരോ ദിവസം ഓരോ ദശകമാണല്ലോ. ആ 10 ദിവസത്തെ ദശകം വായിച്ചറിയാം ഭട്ടതിരി കടന്നു പോയിട്ടുള്ള വേദന എന്താണെന്ന്. 10ാമത്തെ ദിവസം, 11ഓ 12ാമത്തെ ദിവസമാണ് അദ്ദേഹം നാലമ്പലത്തേക്ക് കയറിയിരിക്കുന്നത്. കാരണം ഈ വായിൽ കൂടെ വരുന്ന പ്രശ്നം നിൽക്കുന്നുണ്ട്. പടിയായിട്ടാണ്. ഞാൻ ആ കഥ കറക്റ്റായി വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പടിയായിട്ടാണ് കൊണ്ടുവരുന്ന ആളെ അകത്തേക്ക്. അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭട്ടതിരിയും ഭഗവാനും തമ്മിലുള്ളൊരു സംവാദമാണ്. ചോദ്യം ഉത്തരം. ഭട്ടതിരിയുടെ ഭാഗവത സപ്താഹമാണ് വാസ്തവത്തിൽ നാരായണീയം. ഭട്ടതിരിയുടെ ഭാഗവത സപ്താഹമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗവതം അദ്ദേഹം ആസ്വദിച്ചത്. അദ്ദേഹത്തിന് പക്ഷേ ഭഗവാന്റെ സ്വർഗാരോഹണമോ അല്ലെങ്കിൽ ദ്വാദശോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഭട്ടതിരിക്ക് കിട്ടേണ്ടത് ഭഗവാൻ 100ാമത്തെ ദിവസം ആകുമ്പോഴേക്കും കൊടുത്തതുകൊണ്ട് അദ്ദേഹം അത് വളരെ നേരത്തെ അവസാനിപ്പിച്ച് അത് പൂട്ടിക്കെട്ടി. കാരണം ആവശ്യമില്ല. സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ പുരാണം പോലും ജപം പോലും ആന്തരികമായി പോയി കഴിഞ്ഞാൽ നിത്യജപം പോലും നിന്നു പോകുന്നാണ് പറയുക. അകത്ത് മാത്രം മുഴങ്ങത്ര. ഭട്ടതിരിക്ക് അത് കിട്ടേണ്ടത് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മേൽപ്പത്തൂരിനെ കൊണ്ട് നാരായണീയം ഭഗവാൻ എഴുതിപ്പിച്ചതിൻ്റെ ആദ്യത്തെ ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ റീസൺ, ആത്മീയ കാരണം ഇതാണ്. പാണ്ഡിത്യത്തിൻ്റെ പരമഫലം ഭക്തിയാണെന്ന് ലോകത്തിനെ പഠിപ്പിക്കുക. പാണ്ഡിത്യത്തിൻ്റെ പരമമായിട്ടുള്ള ഫലം ഭക്തിയാണെന്ന് ലോകത്തിനെ പഠിപ്പിക്കുക. 2, ശ്രീമദ് ഭാഗവതം ഏകദേശം 18,000 ശ്ലോകങ്ങളുള്ള വളരെ വിപുലമായിട്ടുള്ളൊരു പുരാണമാണ്. അതിൻ്റെ തത്വവും കഥകളും ഭക്തിയും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളത് സാധിക്കില്ല. കാരണം അത് നമ്മൾ ഈ കേൾക്കണ കഥയല്ല. സമാധി ഭാഷ എന്ന് പറയുന്ന ഭാഷയിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് സംസ്കൃതമല്ലേ ചോദിക്കും. സംസ്കൃതമാണ്, പക്ഷെ അത് സമാധി ഭാഷയാണ്.
സിംബോളിക്കായിട്ടുള്ള ഭാഷയിലാണ് അത് മുഴുവൻ എഴുതിയിട്ടുള്ളത്. നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും പറയാറുള്ള, ഒരു സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ആലോചിക്കും, എന്നാലും ഞാൻ ആ സ്വപ്നം കണ്ടതിൻ്റെ അർത്ഥം എന്തായിരിക്കും? എന്നെ പാമ്പ് കടിച്ചു, ആന ഓടിച്ചു, അത് മാത്രമല്ല എന്തുകൊണ്ട് ഞാൻ കണ്ടു എന്ന് ചിന്തിക്കേണ്ട ഒരു സ്വപ്നത്തിനെ കുറിച്ച് പോലും. അപ്പോഴാണ് നമ്മൾ സമാധിയിലൊരു ആചാര്യൻ കണ്ടതിൻ്റെ അർത്ഥം അന്വേഷിക്കേണ്ട കഥ മാത്രമായിട്ട് അത് വിഴുങ്ങണത്. സമാധിയിലാണ് വ്യാസമഹർഷി അത് കാണുന്നത്, സമാധിയിലാണ് വാൽമീകി രാമായണം വാൽമീകി എഴുതുന്നത്, സമാധിയിൽ കണ്ടതാ. നാരദ മഹർഷി വരണു, പറഞ്ഞു കൊടുക്കണു, പോണു. പിന്നെ ധ്യാനമാണ്, ധ്യാനത്തിൽ നിന്ന് വരുന്നതിനെ എടുത്തിട്ട് എഴുതുക ചെയ്യണത്. അപ്പം അത് വെറുതെ ആയിരിക്കുമോ? അതിൻ്റെ അകത്ത് എന്തോ കാണില്ലേ? ഈ കാണുന്ന അസുരന്മാരും, ഈ കാണുന്ന ഹിരണ്യകശിപുവും, ഈ കാണുന്ന ഹിരണ്യാക്ഷനും, ഈ കാണുന്ന എന്താ പറയുക പ്രലംബനും, ഈ കാണുന്ന കംസനും, ഇതൊക്കെ ആരാ? ഇതൊക്കെ എന്നോ ഉണ്ടായതാണോ? ഉണ്ടായതാണ് ഉണ്ടായതാണ്. പക്ഷേ ശുഗമഹർഷിയൻ അവസാനം ദ്വാദശത്തിൽ പറഞ്ഞതുപോലെ, പരീക്ഷിത്തേ ഇത് മുഴുവൻ ഞാൻ കഥയാണ് പറഞ്ഞത്. ആ കഥ എന്താ എന്ന് വെച്ച് ഇത് നടക്കാത്തതാണെന്നല്ല. കാരണം ഇന്നുള്ളവൻ നാളെ കഥയാണ്, നമ്മൾ നാളെ കഥയാവും. ആ അർത്ഥത്തിലത് പറയുന്നു. പക്ഷെ അതിൻ്റെ അകത്തൊരു തത്വം ഇരിപ്പുണ്ട്. ആ തത്വം പിടിക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഭട്ടതിരി അത് എഴുതിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും. അത് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സാധന കൊണ്ടും എന്തോ പൂർവ്വജന്മത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൊണ്ടും. അംഗിരസ് മഹർഷി എഴുതിയിട്ടുള്ള നാരായണീയ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഇപ്പോൾ ചില അമ്മമാരൊക്കെ ഇവിടെ മാതൃസമിതികൾ കേരളത്തിലും ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ടത്. നാരായണീയത്തിന് മഹാത്മ്യമുണ്ട്. അതിൽ പറയണത് വ്യാസമഹർഷി ഞാൻ കേരളത്തിൽ ജനിച്ച് ഭാഗവതത്തിനെ സംക്ഷിപ്തമായിട്ട് ഗുരുവായൂരപ്പൻ എഴുതി സമർപ്പിക്കാമെന്ന് പറഞ്ഞൊരു കഥയാണ്. അത് അംഗിരസ് മഹർഷി പറയണതായിട്ട്. നാരായണീയം സപ്താഹമായിട്ട് ഞാനിപ്പോൾ ഈ അടുത്ത് പാലക്കാട് കൽപ്പാത്തിയിൽ 7 ദിവസത്തെ ചെയ്തപ്പോൾ അത് യൂട്യൂബ് കിടപ്പുണ്ട്. അതിൽ ഞാൻ ഈ ആദ്യത്തെ ദിവസം ഈ മഹാത്മ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം തമിഴ് സമ്പ്രദായത്തിൽ അത് വളരെയധികം ഉണ്ട്. ഇവിടെയും പല മാതൃസമിതികളും ഇപ്പോൾ അതിൻ്റെ കോപ്പികൾ എടുത്തിട്ട് പഠിക്കാനും പ്രചരിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണത് വായിക്കാൻ. നമ്മളിപ്പോൾ ദുന്ദുകാരുടെ കഥയൊക്കെ പറഞ്ഞതുപോലെ, ഭാഗവത മഹാത്മ്യം പറഞ്ഞതുപോലെ തന്നെ മഹാത്മ്യമാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഭാഗവതത്തിൻ്റെ തത്വവും കഥകളും ഭക്തിയും ഒക്കെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിൽ തെറ്റൊന്നും വിചാരിക്കാനില്ല. മെല്ലെ മെല്ലെ സാധിക്കുള്ളൂ. നാരായണീയത്തിൽ ശ്രമിച്ചത് എന്താ വെച്ചാൽ, വിശക്കുണ്ടോ? അല്ല, എന്നെ പേടിച്ചിട്ട് പറയണ്ട. എനിക്ക് നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് ഒന്നും പറയണമെന്നില്ല. കാരണം ആത്യന്തികമായിട്ട് വയറന്നെയാണ് പ്രധാനം മനുഷ്യന്. അപ്പം നാരായണീയം ഭാഗവതത്തിൻ്റെ യാന്ത്രികമായിട്ടുള്ളൊരു സംക്ഷേപമൊന്നുമല്ല. ഭാഗവതത്തിൻ്റെ ആത്മീയമായിട്ടുള്ള സാരത്തിനെ ഭക്തിപൂർവ്വം കാച്ചിക്കുറുക്കി എടുത്തിട്ടുള്ളൊരു കാവ്യരൂപമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ കടലിൽ നിന്ന് ഒരു കുടം നിറച്ച് ജലമെടുത്താൽ അത് സമുദ്രം മുഴുവനാണെന്നല്ല അർത്ഥം, അതിലുള്ളത് സമുദ്ര ജലമാണെന്നാണ് അർത്ഥം. ഒരു കുടത്തിനെ കടലിൽ നിന്ന് മുക്കിയെടുത്താൽ കടൽ മുഴുവൻ കുടത്തിലായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിലുള്ളത് കടൽ വെള്ളം തന്നെയാണ്. അതുകൊണ്ടത് ഭാഗവത രസം തന്നെയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് നാരായണീയത്തിനെ പൂർണ്ണ ഭാഗവതമായിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ നിറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൻ്റെ രസം. എന്തിനാ ഭഗവാൻ അത് അങ്ങനെ അടുപ്പിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഫ്രീഡമൊക്കെ ഒരുപാട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ പല സ്ഥലത്തും. ഭട്ടതിരി തൻ്റെ ഇഷ്ടത്തിനൊക്കെ പലതും അതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ തലയാട്ടി സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഭാഗം, ആ രാവിലെ ഉറക്കം ഒഴിഞ്ഞിട്ട് കണ്ണും തിരുമ്മിയിട്ട് വരുമ്പോൾ അമ്മ ഇരുന്ന് തൈര് കടയണുണ്ടു. അപ്പോൾ മുല കുടിക്കണം. വേഗം പോയി ഇരുന്നു സാരി മാറ്റി മുല കുടിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് മൂപ്പരിങ്ങനെ അമ്മയൊന്ന് സൂചിപ്പിക്കാൻ ഇങ്ങനെ പകുതി ഉറക്കത്തിൽ ചിരിയൊക്കെ ചിരിക്കും. എന്നിട്ട് വീണ്ടും മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുപ്പത്ത് വെച്ച പാല് തൂവാൻ പോകണമെന്നുള്ള ഓർമ്മ വന്നപ്പോൾ കുട്ടിയെ പൊടുന്നനെ അവിടെ ഇട്ടിട്ട് അമ്മ എണീച്ച് പോയപ്പോൾ ആ കുടിക്കണേൻ്റെ രസം വിട്ടു മൂപ്പർക്ക്. അങ്ങനെ കണ്ണു തുറന്ന് നോക്കിയാൽ അമ്മ നിലത്തിട്ടിട്ട് പോയിരിക്കുക. അപ്പോൾ കയ്യിൽ കിട്ടിയ എന്തോ വെച്ചിട്ട് മൂപ്പര് തൈരക്കലം തല്ലി കൊട്ടിച്ചിട്ടുണ്ട്. ശുഗമഹർഷി പറഞ്ഞത് എന്താ? അവിടെ കിടന്ന കരിങ്കല്ല് കൊണ്ടുള്ള ഒരു കളിപ്പാട്ടം എടുത്തിട്ട് കുത്തി പൊട്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭട്ടതിരിപ്പാട് പക്ഷേ എഴുതി തൈരിൻ്റെ കടകോലെടുത്തിട്ട് അടിച്ചങ്ങോട്ട് തകർത്തു എന്ന് എഴുതി ഒരു രസത്തിന്. അപ്പോൾ അകത്തുനിന്ന് പറഞ്ഞു അത്ര അല്ല, അത് ശുഗം പറഞ്ഞ തന്നെ ശരി. അപ്പോൾ താനിപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ അന്ന് പ്രയോഗിച്ചേനെ. അതാണ് ഭഗവാനുമായിട്ടുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഭഗവാൻ നിശബ്ദനായിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഭഗവാനെ കുത്തിയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ രാമാവതാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാമം വർദ്ധിച്ചാലും ധർമ്മത്തിലുള്ള നിഷ്ഠ അധികമായാലും മനുഷ്യൻ ദുഃഖം അനുഭവിക്കുന്നു കാണിച്ചു തരാനല്ലേ ഈ അവതാരം എടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭഗവാൻ ഒന്നും മിട്ടണില്ല. കാരണം വേദന ഇങ്ങനെ കടന്നുപോണ് ഭഗവാനിൽ കൂടി. ഭട്ടതിരി ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ ചിരിക്കണു, ഭട്ടതിരി പറയുമ്പോൾ ഭഗവാൻ കരയണു, ഭട്ടതിരി പറയുമ്പോൾ ഭഗവാൻ ആലോചിക്കണു, ഭട്ടതിരി പറയുമ്പോൾ ഭഗവാൻ നെടുവീർപ്പെടണു. ഇങ്ങനെ ദേവതയെ തൻ്റെ വിചാരങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ?
നമ്മളിപ്പോൾ ചില പാട്ടുകളിൽ തന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഭാഗവതത്തിൻ്റെ ഒക്കെ വേദികളിലൊക്കെ പാടാൻ ചില പാട്ട് ഓട്ടൂരിൻ്റെ ഒക്കെ ആ കണ്ണനുണ്ണി മാമുണ്ണണേ എന്നുള്ള പാട്ടൊക്കെ നമുക്ക് ഗുരുവായൂരപ്പൻ ശരിക്ക് വെയിലത്ത് കളിക്കുകയാണെന്നും ഇപ്പോൾ ഓടി വരുന്നും നമുക്ക് തോന്നിപ്പോവും. അതാ എഴുത്തിൻ്റെ ശക്തി എവിടുന്നാണ് വരണത്? അകത്തുനിന്ന് ഭഗവാൻ തന്നെ വന്ന് എഴുതുകണത്. കുളിക്കാൻ പോയ ജയദേവൻ രാധയുടെ കാലെടുത്തിട്ട് എൻ്റെ തലയിൽ വെച്ചോ എന്ന് ഭഗവാൻ പറയണത് മോശമല്ലേ? കൃഷ്ണൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു പെണ്ണിൻ്റെ കാലെടുത്തിട്ട് തലയിൽ വെച്ചോ ഒന്നും പറയില്ല. എന്തായാലും വന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് പുഴയിലേക്ക് കുളിക്കാൻ പോയ ആൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് അത് എഴുതി വെച്ചിട്ട് പോവുകയാണ്. സ്മരകള കണ്ഠന മമശിരസി മണ്ഡന ദേഹി പദവല്ലഭ മുരാരെ എന്ന് എഴുതി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ജയദേവൻ വന്നിട്ട് ഭാര്യയെ ചീത്ത പറയുന്നത് ആരാ എഴുതി വെച്ചതെന്ന് ചോദിക്കുകയാണ്. വെട്ടിക്കൊല്ലാൻ പോണു ഭാര്യയെ. നുണ പറയണു. ഏകാദശി ദിവസം എനിക്ക് ഭക്ഷണം തന്നു എന്നോ, ഏകാദശി ദിവസം എനിക്ക് എണ്ണ എടുത്ത് തന്നു എന്നോ കുളിക്കാൻ, നീ എന്ത് അപചാര പറയണമെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ വരികയും അവിടെ ഇരുന്ന് ഊണ് കഴിക്കുകയും ഇതാ മുറി കടന്നുറങ്ങണ്ടല്ലോ നിങ്ങളെന്നാ പറയണത്. മുറി തുറന്നു നോക്കുമ്പോൾ പായ ചുരുട്ടി വെച്ചിരിക്കുന്നു. വന്ന് എഴുതി വെച്ച് പോവുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ സൃഷ്ടിയിൽ നിന്ന് അവതാരങ്ങളിലേക്കും അതേപോലെ തന്നെ ധ്രുവനിൽ നിന്ന് പ്രഹ്ലാദനിലേക്കും ഗജേന്ദ്രനിൽ നിന്ന് അംബരീഷനിലേക്കും വാമനിൽ നിന്നിട്ട് രാമനിലേക്കും അതേ അവസാനം കൃഷ്ണൻ്റെ ബാലലീലകളിലേക്കും പ്രേമലീലകളിലേക്കും ഉപദേശങ്ങളിലേക്കൊക്കെ നാരായണീയം ഭക്തിയെ കൊണ്ടുപോട്ടു. ഞാൻ പല പ്രഭാഷണങ്ങളിലും പറയാറുള്ള ഒരു ഭാഗവതം തന്നെ കഥാഗതനായിട്ട് മുതുവറ ചെയ്തപ്പോൾ 12 ദിവസം കൊണ്ട് ചെയ്തപ്പോൾ അന്ന് ലളിതമാക്കിയിട്ട് പറയാൻ ഭഗവാൻ തന്നൊരു എക്സാമ്പിളാണ്. അത് ഭട്ടതിരി ശരിക്കും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഭാഗവതം ശരിക്കും 4 കുട്ടികളുടെ കഥയാണ്. 4 or 5 കുട്ടികളിൽ കൂടെയാണ് കഥ പോകുന്നത്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടി പരീക്ഷത്തിനെ ശപിച്ച കുട്ടി, ഋഷിയുടെ പുത്രൻ. രണ്ടാമത്തെ കുട്ടി ധ്രുവൻകുട്ടി, പിന്നെ പ്രഹ്ലാദൻ കുട്ടി, അത് കഴിഞ്ഞാൽ കൃഷ്ണൻകുട്ടി. ഈ 4 കുട്ടികളുടെ കഥ അറിഞ്ഞാൽ ഭാഗവതമായി. അറിവും ശക്തിയും ഉണ്ടായിട്ട് പക്വതയില്ലാണ്ട വികാരാവേശം കൊണ്ട് രാജാവിനെ ശപിക്കുന്ന കുട്ടിയിൽ സർവശക്തനായിരുന്നിട്ടും പ്രപഞ്ചത്തിനെ കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്ന, ശ്രദ്ധയോടെ കൊണ്ടു നടക്കണ, പെരുവിരലെടുത്തിട്ട് വായിൽ വെച്ച് കുടിച്ചുകൊണ്ട് ആലിലേക്ക് കടക്കണം, ഭഗവാനിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ യാത്രയെ കാണിച്ചു തരുന്നത് ഭാഗവതം. നമ്മളൊക്കെ ആ ഋഷിപുത്രൻ്റെ അവസ്ഥയിൽ നിന്നിട്ട് ആ ആലിലേക്ക് കടക്കണ അവസ്ഥയിലേക്ക് എത്തണം. ആ വിദ്യ ഭട്ടതിരി ഗംഭീരമായിട്ട് കാണിച്ചു തന്നു ഇതിൻ്റെ അകത്ത്. അത് ഭഗവാന്റെ ഇച്ഛയാണ്. അത് മനസ്സിലാക്കാൻ ഭാഗവതം പണ്ഡിതന്മാരുടെ ഗ്രന്ഥശാലയിൽ മാത്രം ഇരിക്കരുത്. അത് രോഗിയുടെ ശയ്യയുടെ അരികിലും ഭക്തൻ്റെ പൂജാമുറിയിലും കുടുംബങ്ങളുടെ കൂട്ടപ്രാർത്ഥനകളിലും സാധാരണ മനുഷ്യൻ്റെ നാവിലും എത്തണം. ഭാഗവതം വായിക്കാൻ കഴിയാത്തവനും ഭാഗവതം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കണമെന്ന് എന്ന് ഗുരുവായൂരപ്പൻ ഇച്ഛിച്ചോ അന്ന് ഭട്ടതിരി നാരായണീയം എഴുതാൻ തുടങ്ങി. അതാണ് രണ്ടാമത്തെ ആത്മീയ കാരണം. നിർഗുണ ബ്രഹ്മത്തിനെ സഗുണമായിട്ടുള്ള സാന്നിധ്യമായിട്ട് അനുഭവിപ്പിക്കുക എന്നുള്ള കുറച്ചുകൂടെ ഉയർന്ന ചിന്തയാണ് പിന്നെ വരണത്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് പറയേണ്ട വിഷയമല്ല, എന്നാലും വിശന്നിരിക്കുമ്പോൾ പറയേണ്ട വിഷയമല്ല. വേദാന്തത്തിൻ്റെ ഹൈറ്റാണ് പിന്നെ അവിടെ കാണുന്നത്. നാരായണീയത്തിൻ്റെ ആരംഭം തന്നെ സാധാരണത്തിലുള്ളൊരു അവതാര കഥ പറഞ്ഞിട്ടല്ല തുടങ്ങിയിരിക്കുന്നത്. ഭാഗവതം തുടങ്ങണ പോലെയല്ല നാരായണീയം തുടങ്ങിയിരിക്കുന്നത്. സാന്ദ്രാനന്ദാവ ബോധാത്മകം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ആ പരബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ളൊരു ചിന്തയിൽ സ്ട്രെയിറ്റ് കയറിയിട്ട് ഒരു ഇരട്ട ക്ലാസ് ഏറ്റം കിട്ടിയ മാതിരിയാണ്, ഡബിൾ പ്രൊമോഷൻ കിട്ടിയ മാതിരിയാണ്. എവിടുന്നാണ് തുടങ്ങണമെന്ന് ചോദിച്ചാൽ ഒരു ഉയർന്ന ചിന്തയെന്നാണ് തുടങ്ങണത്, അല്ലാണ്ട് ചെറിയ കഥ പറഞ്ഞിട്ടല്ല. ഭാഗവതം പോലും ആരംഭിച്ചു പോകുമ്പോൾ ഭീഷ്മർ ശരശയ്യെ കിടക്കണതും അദ്ദേഹത്തിൻ്റെ സ്തുതിയൊക്കെ പറഞ്ഞും എല്ലാം അതിനൊരു ലാൻഡിങ് ഒക്കെ കൊടുത്ത് ഒരു പ്രോപ്പർ സിനിമ തുടങ്ങണ മാതിരിയാണ് ഭാഗവതം തുടങ്ങണത്. നാരായണീയം അങ്ങനെയല്ല. നാരായണീയം സ്ട്രെയിറ്റ് കയറിയിട്ട് ഭഗവാന്റെ നിർഗുണമായിട്ടുള്ള അവസ്ഥ, ഭഗവാന്റെ കാണാവുന്ന നമ്മളൊക്കെ ആനന്ദിക്കുന്ന ഓമനിക്കണ രൂപത്തിലേക്ക് ഒന്നുമല്ല പോകണം, നേരെ ചെന്ന് കയറുന്നത് ആ പരബ്രഹ്മ രൂപത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ പരിമിതമായിട്ടുള്ള ശരീരം പറയാതെ കാലത്തിനും ദേശത്തിനും രൂപത്തിനും അതീതമായിട്ടുള്ള കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ. ഏത് ഗുരുഭവനപുരം? ഗുരുവായൂർ എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലുള്ള സ്ഥലമല്ല. ഈ ശരീരത്തിൽ ഗുരുവായ വായു ഓടുന്ന ഈ ശരീരത്തിൽ ആ ഭഗവാൻ ഇരിക്കണമെന്നാണ് പറഞ്ഞത് ഭട്ടതിരി. അതാണ് ഭട്ടതിരിയുടെ ഗ്രേറ്റ്നെസ്. അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു വരി എഴുതുന്നതിന് മുമ്പ്. അവിടെ ആ സ്നേഹിക്കാവുന്ന ഭക്തന് കാണാവുന്ന, വിളിക്കാവുന്ന, ലാളിക്കാവുന്ന, വേണ്ടി വന്ന കലശൽ കൂട്ടാൻ പറ്റണേ, ദേഷ്യം വന്ന ഒന്ന് നുള്ളാൻ പറ്റണേ ഭഗവാനായിട്ട് ഭഗവാൻ ഇവിടെ ഇരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരിക ചെയ്തത്. നാരായണീയത്തിൻ്റെ ഏറ്റവും വലിയ തത്വസമന്വയം എന്ന് പറഞ്ഞാണ് ഫിലോസഫികളെ മുഴുവൻ കൊണ്ടുവന്ന് ചേർക്കണം. നാരായണീയത്തിൻ്റെ അകത്ത് ഇല്ലാത്തതില്ല.
അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, സകലതുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അതിനെങ്ങനെ എനിക്ക് അറിവുണ്ടെന്ന് കാണിക്കാനല്ല, ഭഗവാനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. രൂപമില്ലാത്ത പരമസത്യം ഭക്തന് വേണ്ടിയിട്ടാണ് രൂപം സ്വീകരിക്കണമെന്ന് നാരായണീയൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ അത് എഴുതിച്ചത്. നോക്കൂ, നിന്നോടുള്ള അപാര കരുണ കൊണ്ട്, അപാര കരുണ എന്ന് പറയും. ആ അപാര കരുണ, ആ അപാരമായിട്ടുള്ള കരുണ കൊണ്ട് ഭഗവാൻ ഇതാ ഒരു രൂപം എടുത്തിട്ട് ഇത് അവിടെ വന്ന് നിൽക്കണമെന്ന് നമ്മുടെ ഈ ചീത്തവിളി മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ട്. നിർഗുണവും സഗുണവും തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ല. സഗുണം ഉപാസിക്കുന്നവൻ മോശം, നിർഗുണം പറയണവൻ മാത്രം വലുത് എന്നുള്ള മണ്ടത്തരങ്ങളൊന്നും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിലപ്പോയില്ല. ഏത് സാധാരണക്കാരൻ വിളിച്ചാലും വരും, മഹാപണ്ഡിതൻ വിളിച്ചാലും വരും. ഇത് ശരിക്കും ബാലൻസ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നാരായണീയം എഴുതിച്ചത്. സർവവ്യാപിയായിട്ടുള്ളവൻ ഗുരുവായൂരിലെ ശ്രീകോവിലിൻ്റെ അകത്ത് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലാതീതനായിട്ടുള്ളവൻ ഒരു കൊച്ചു കുഞ്ഞായിട്ട് യശോദയുടെ മടിയിൽ കിടക്കണം, അല്ലേ? ജഗതോദ്ധാരണ അടിസിതള യശോദെ, ജഗത്തിനെ മുഴുവൻ ഉദ്ധരിക്കണവൻ അതാ മിറ്റത്ത് പൊടിമണ്ണിൽ യശോദരൊപ്പം കളിക്കണു. അവൾക്ക് അറിയണില്ല. അണോരണീയന, അണുവിൽ വെച്ച് അണുവായവൻ, മഹതോ മഹീയന, മഹത്തിൽ വെച്ച് മഹത്തായിട്ടുള്ളവൻ, അപ്രമേയന, ഒരു വിഷയത്തിനും ഒരു സബ്ജക്റ്റിൻ്റെയും കീഴിൽ ഇവൻ ഇതിൻ്റെ കീഴിൽ വരണവനാണെന്ന് പറയാൻ പറ്റാത്തവൻ. അടിസിതള യശോദ, ഇതാ മണ്ണിൽ കളിക്കണമെന്ന് യശോദര കൂടെ. ഈ സിംപ്ലിസിറ്റി ഭഗവാന്റെ നാരായണീയത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മേൽപ്പത്തൂർ ആരാധിച്ചത് ആ മഹത്തായിട്ടുള്ള അപൗരുഷയ വിഗ്രഹത്തിനെ മാത്രമല്ല, ആ വിഗ്രഹത്തിൽ പൂർണ്ണ ബ്രഹ്മത്തിനെ അനുഭവിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നാരായണീയം ക്ഷേത്രഭക്തിയെയും വേദാന്തത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കണ പാലമായത്. ആ പാലമിടാൻ ഗുരുവായൂരപ്പൻ ആഗ്രഹിച്ചു. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു, ഇന്നും ആവശ്യമാണ്. ഇന്നും അത് പലർക്കും കിട്ടിയിട്ടില്ല. ഇപ്പോഴും പലരും വേദാന്തം വേറെ, ക്ഷേത്രഭക്തി വേറെ. വേദാന്തി പറയും എന്തിനാ അമ്പലം, എന്തിനാ സഹസ്രകലശം, എന്തിനാ പൂജ, അവരൊക്കെ അങ്ങനെ. ക്ഷേത്രഭക്തിക്കാർ പറയും ഇതൊക്കെ വരട്ടുവാദം. അത് ഭഗവാൻ നമ്മളോട് ഉച്ചസ്ഥായിയിൽ ആ തേരിൻ്റെ മുകളിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അർജുനത് എന്നോ കേട്ടു, നമ്മളിപ്പോഴും കേട്ടിട്ടില്ല. ഇതൊക്കെ ഒന്നാണ്, ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്ന്. ഈ പ്രസ്ഥാനങ്ങളുടെ പുറകെ ഓടല്ലേ, എന്നെ ഏത് രൂപത്തിൽ വേണമെങ്കിലും വിളിച്ചോ, ഇതൊന്നാണെന്ന് മനസ്സിലാക്കിയാൽ മതി, ഞാൻ എല്ലാറ്റിൻ്റെ അകത്തും പ്രവേശിച്ചിരിക്കണു. ഇത് മനസ്സിലാക്കിക്കാനാണ് ഭഗവാൻ ശ്രമിച്ചിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ്റെ ആത്യന്തിക സന്ദേശം അതാണ് വാസ്തവത്തിൽ. ആ കളപ്പിടുന്നതിൽ പോലും ആ തത്വം വരാറുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കളഭത്തിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ചന്ദനം, പനിനീര്, കുങ്കുമപ്പൂ, ബേസിക്സ് അതാണല്ലോ. പച്ചക്കർപ്പൂരം പിന്നെ തണുപ്പിന് വേണ്ടി കൊടുക്കണേ. ഈ ചന്ദനം എന്താ? വൈഷ്ണവ തത്വ. പനിനീരെന്താ? ശൈവതത്വ. കുങ്കുമം എന്താ? ശാക്തേയതത്വ. ഇത് മൂന്നും ചേർന്നത് ശരീരത്തിലേ ഇടുള്ളൂ. ഭഗവാന്റെ മുഖത്ത് കളവടില്ല, മുഖത്ത് ചന്ദന. പരബ്രഹ്മമായിട്ടുള്ള ഞാൻ ഇവിടെ വിഷ്ണുവായിട്ടിരിക്കണമെന്ന് കാണിക്കാനാണ് മുഖത്ത് ചന്ദനം. കാരണം മുഖം കൊണ്ട ഒരാളെ നമ്മൾ തിരിച്ചറിയാം. മുഖത്ത് ചന്ദനവും ശരീരം മുഴുവൻ കളവിട്ടിട്ട് ഗുരുവായൂരപ്പൻ അലങ്കാരത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ആരും ഇവിടുന്ന് കഷ്ടപ്പെട്ട് വൃന്ദാവനത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ നോക്കണ്ട. അദ്ദേഹം ഇവിടെ തന്നെ ഇരിക്കും. And he will remain here as long as he wishes to be. And he will disappear also when he wishes to be. അത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഗുരുവായൂരപ്പൻ്റെ മടിയിൽ നിന്നിട്ടാണ് ഞാനത് പറഞ്ഞത്. ക്ഷേത്രത്തിൽ നിൽക്കുന്ന കൃഷ്ണൻ പരബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഭഗവാന്റെ കാലാധിവർത്തിയായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിനെ കൊണ്ട് നാരായണീയം എഴുതിപ്പിച്ചതിൻ്റെ മറ്റൊരു ലക്ഷ്യം ഇത് തന്നെയാണ്. യാതൊരു സംശയമില്ല. അത് ഇന്നും നമുക്ക് പക്ഷെ ദഹിക്കണില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പരിമിതമായിട്ടുള്ള ചിന്തകൾ കാരണമാണ് അത് സംഭവിക്കുന്നത്. ഇതേ കൃഷ്ണനെ നിങ്ങൾ കൊടുങ്ങല്ലൂർ ചെന്ന്, ഇതേ ഗുരുവായൂരപ്പാന്ന് കൊടുങ്ങല്ലൂർ പോയി വിളിച്ചാലും, വടക്കുന്നാഥനിൽ പോയി വിളിച്ചാലും, ഏറ്റുമാനൂർ പോയി വിളിച്ചാലും വിളി കേൾക്കും. ആ വടക്കുന്നാഥനെയോ കൊടുങ്ങല്ലൂർ അമ്മയോ ഗുരുവായൂർ ശ്രീലകത്തേക്ക് നോക്കി വിളിച്ചാൽ അവരും വിളി കേൾക്കും. അനുഭവമുള്ളവർക്കതറിയാം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ശിവലിംഗം കണ്ട ഒരാളാണ് ഇവിടെ നിന്നിട്ട് ഇത് പറയണത്. ആ ഉറപ്പിലാണ് ഞാനത് പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാ. ഈ ബിംബത്തിന് പകരം അകത്ത് ശിരസ്സിൽ താമര വിരിഞ്ഞ് നിൽക്കണ ശിവലിംഗം കണ്ട ആളാണ്. അന്ന് ശരത്തേരദാസിനെ ഇവിടെ ആർക്കും അറിയില്ല. അപ്പോൾ അത്രയും ഉറപ്പിച്ച ഞാൻ ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ കൂടപ്പുറപ്പോളോട് പറഞ്ഞ മാതിരി അത് പറഞ്ഞു. ഇതൊരു പബ്ലിക് വേദിയാണെന്ന് പോലും മറന്നിട്ടാണ് ഞാൻ ചിലത് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ പരീക്ഷിക്കരുത് നമ്മുടെ അബദ്ധവിശ്വാസങ്ങൾ വെച്ചിട്ട്. ഭഗവാൻ നമ്മളെയല്ല പലപ്പോഴും പരീക്ഷിക്കണം, നമ്മൾ നമ്മുടെ അബദ്ധവിശ്വാസങ്ങൾ വെച്ച് ഭഗവാനെ പരീക്ഷിക്കണം. തുറന്ന മനസ്സുണ്ടായാൽ മാത്രം മതി ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. ഒരു ഇസങ്ങളും പിടിക്കാണ്ട്, ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമാവാതെ ചിട്ടയായിട്ടുള്ള ലളിതമായ ജപത്തിൽ കൂടെ അവനവനെ ചതിക്കാതെ ആത്മവഞ്ചന ചെയ്യാണ്ട് ആ ഭഗവാനെ സ്നേഹിച്ചു നോക്കൂ, ഭഗവാനോട് സംസാരിച്ചു നോക്കൂ. ഭഗവാൻ സംസാരിക്കും തിരിച്ച്. ഒരു സംശയവും വേണ്ട സംസാരിക്കാൻ തുടങ്ങുന്നുള്ള. ഭട്ടതിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചു എന്നുള്ളതുകൊണ്ടാണല്ലോ നാരായണീയം കിട്ടിയത് നമുക്ക്. ഭഗവാന്റെ കഥയല്ല, വെറും കഥ പറച്ചിലല്ല. ഞാനിവിടെ അക്ഷരരൂപത്തിൽ സന്നിഹിതനാണ്
എന്ന സാന്നിധ്യം കാണിക്കാനാണ് അടുത്ത ലക്ഷ്യം ഭഗവാന്റെ. ഭാഗവതത്തിലെ കൃഷ്ണകഥകൾ പണ്ടത്തോ കാലത്ത് നടന്ന സംഭവങ്ങളായിട്ട് മാത്രം നാരായണീയത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല. ഭട്ടതിരിയുടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ റിയൽ ആൻഡ് പ്രസൻറ്റ് മൂർത്തിയാണ്. ആ ഭഗവാൻ സ്വർഗത്തിൽ പോയിട്ടില്ല. ഭട്ടതിരി എഴുതിയിട്ടില്ലല്ലോ. ഭട്ടതിരി എവിടെ വൈകുണ്ഠാരോഹണം എഴുതിയിട്ടുള്ളത്? ഭട്ടതിരിയുടെ ഗുരുവായൂരപ്പൻ ഭൂമി വിട്ടു പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. അത് അക്ഷരരൂപത്തിലുണ്ട് താനും. ഓരോ ലീലയും തൻ്റെ മുന്നിൽ നടക്കുന്നത് പോലെ അനുഭവിച്ചിട്ട് എഴുതി. അത് കൃഷ്ണൻ്റെ കഥ മാത്രമൊന്നുമല്ല, ഭട്ടതിരിയുടെ ഭാഷയിലുള്ള അമ്മാനാട്ടം അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ആ ഭാഗങ്ങൾ പറയുക. രാസക്രീഡ, കേശപാശധൃത പിഞ്ചിക അല്ലേ, കേശപാശധൃത രാഗം തന്നെ അങ്ങനെ പോകണം. ഭയങ്കര രസമാണ്. ഭട്ടതിരി അത് കണ്ടെഴുതണം. ഇതേയാൾ അപ്പുറത്ത് എഴുതുന്നത് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ. ഭാഗവത്തിൽ പോലും കാണൂല അങ്ങനത്തെ ഒരു ശ്ലോകം. വ്യാസമഹർഷിക്ക് അന്ന് എഴുതിയത് പോരാന്ന് തോന്നിയിട്ട് ഭട്ടതിരിയായിട്ട് വീണ്ടും ജനിച്ചിട്ട് എഴുതിയതാണെന്ന് ഒരു മഹാത്മാവ് പണ്ട് പ്രഭാഷണം ചെയ്യണം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കന്ന് എഴുതിയത് പോരാ, അത് മോശമായി പോയി, ഞാൻ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് എഴുതണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത്ര സ്തംഭേ ഘട്ടയതോ എന്ന് പറഞ്ഞിട്ട് ആ അക്ഷരങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം. നോക്കൂ, അനുഷ്ടുപ്പ് മന്ത്രം മുഴുവനുണ്ട്. ആ ദശകം മാത്രം ജപിച്ചാൽ മതി, സകല ബാധാദുരിതം മാറും. ആ നരസിംഹാവതാര ദശകം. അതുമാതിരി ഫുഡ് പോയ്സണിങ്, ദീർഘകാലമായിട്ടും രോഗം മാറാത്തത് എത്ര മരുന്ന് കഴിച്ചിട്ടും ആ കാളിയമർദ്ദനം 2 ദശകം വായിക്കുക. മനസ്സിലെ വിഷം മാറാനും വിശേഷം കാളിയമർദ്ദനം. അതിലൊക്കെ മന്ത്രങ്ങൾ അത്രയും ഭട്ടതിരി സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മേൽപ്പത്തൂർ കഥ പറയണ ഒരാളായിട്ട് ദൂരെ ഇരുന്നിട്ട് ഭഗവാന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്ത്. ഓരോ ലീലയും തൻ്റെ മുന്നിൽ നടക്കണത് പോലെ അനുഭവിച്ച്, കൃഷ്ണൻ ജനിച്ച് പൂതന വന്ന് കാളിയന് എന്താ പറയുക മേലെ ഭഗവാൻ ആ കലിംഗനർത്തനം നടത്തി ഗോവർദ്ധനത്തെ ഉയർത്തി ഗോപികമാർ കൃഷ്ണനെ അന്വേഷിക്കുന്നത്. ഭട്ടതിരി അതിൻ്റെ ഇടയിൽ തിരിയുണ്ട്. ഗോപികമാർ ഭഗവാനെ അന്വേഷിച്ച് നടക്കണതിൻ്റെ ഇടയിൽ ഭട്ടതിരിയുണ്ട്. അധികം ഇങ്ങനെ നടക്കുക അവരുടെ ഒപ്പം. കാളിയൻ്റെ മോളിൽ കയറി നിന്നിട്ട് ഭഗവാന്റെ ഒപ്പം നൃത്തം ചെയ്ത ഏകഭക്തൻ ഭട്ടതിരിയാണ്. വ്യാസമഹർഷി പോലും ചെയ്തിട്ടില്ല. വ്യാസമഹർഷി കരയ്ക്ക് നിന്നിട്ടേ കണ്ടിട്ടുള്ളൂ. ഭട്ടതിരി അവിടെ കയറി നിൽക്കുക. തലയുടെ മുകളിൽ ഭഗവാൻ ഈ തലയിൽ ചവിട്ടിയാൽ ഭട്ടതിരി അങ്ങോട്ട് ചാടും, ഭഗവാൻ ഈ തലയ്ക്ക് ചവിട്ടിയാൽ ഭട്ടതിരി ഇങ്ങോട്ട് ചാടും. ഇങ്ങനെ അനുഭവിച്ചിട്ട് നാരായണീയം ഭഗവാന്റെ ഒപ്പം അവസാനം ഉദ്ധവൻ്റെ ആ സന്ദേശമായിട്ട് വരുമ്പോൾ ഉദ്ധവൻ്റെ ഒപ്പവും ഭട്ടതിരി പോകുന്നുണ്ട്. അവിടെ നടക്കണം എന്താണെന്നറിയാം. കവി കഥ വിവരിക്കാണ്ട് ദർശനം അനുഭവിക്കണം. നമുക്ക് ഇങ്ങനെ ഭഗവാന്റെ കഥ പറയാൻ സാധിക്കുമോ? നമുക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആർക്കും പറഞ്ഞു കൊടുക്കണ്ട, അവനവനോട് പറഞ്ഞാൽ മതി എന്നാണ്. ഈ മാറ്റമാണ് ഏറ്റവും പ്രധാനം. സാധാരണയായിട്ട് നമ്മൾ രാമായണവും ഭാഗവതവും ഒക്കെ പുരാണ കഥകളായിട്ട് കേൾക്കും. പക്ഷേ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും എന്നോ കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ മരിച്ച പേജുകളല്ല. ദർ നോട്ട് ഡെഡ് പേജസ്. ഡെഡായിട്ടുള്ള വിവരണങ്ങളല്ല, ലിവിങ് ആയിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കണ ദൈവീക ലീലകളാണ്. ഇതിൻ്റെ സൂചന രാമായണത്തിൻ്റെ തുടക്കത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ധർമ്മത്തിനെ കുറിച്ചിട്ട് ഇതൊക്കെ ഇത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാൾ ഈ ഭൂമണ്ഡലത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? അതൊക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നുള്ള രീതിയിൽ വാൽമീകി ചോദിക്കുമ്പോൾ നാരദ മഹർഷി പറയും, ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്, ദശരഥൻ്റെ പുത്രൻ രാമൻ എന്ന് പറഞ്ഞിട്ട് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞിട്ട് ഈ കഥ പറയണത്. അതേപോലെയാണ് ഭട്ടതിരിയുടെ കൃഷ്ണൻ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾ എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ്റെ ജനനം മധുരയിൽ മാത്രം സംഭവിക്കേണ്ടതല്ല. അഹങ്കാരത്തിൻ്റെ തടവറ തുറക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ആ രാത്രിയിൽ സംഭവിക്കണം എന്ന് ഭട്ടതിരി കാണിച്ചു തരുള്ളൂ. ഭട്ടതിരിയുടെ ജനനവിവരണം, ഭഗവാന്റെ ജനനവിവരണമൊക്കെ ഭട്ടതിരി തരണത് നമ്മുടെ അകത്ത് ഹൃദയത്തിൽ ഭഗവാനെ ദേവകി പ്രസവിക്കണ പോലെ തരണത്. ഒരുപക്ഷെ ഭാഗവതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയുന്നത് ഗർഭസ്തുതിയിലാണ്. സത്യം നൃസത്യം എന്ന് പറഞ്ഞു തുടങ്ങണം മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. അല്ലയോ സത്യമേ, നിന്നെ ഞങ്ങൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാദികൾ ദേവകിയുടെ ഗർഭത്തിൽ കിടക്കണ പരമാത്മാവിനെ സ്തുതിക്കുകയാണ്. അവിടെ വിളിക്കണ പേര് കൃഷ്ണന്നോ നാരായണന്നോ ശിവാന്നോ പരാശക്തി എന്നോ ഒന്നുമല്ല, സത്യമേ എന്നാണ് വിളിക്കണത് ഭഗവാനെ. ആ സത്യമേ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഭാഗവതത്തിനെ എഴുതിയ അല്ലെങ്കിൽ പുനരാവിഷ്കരിച്ച ഒരു ദൗത്യമാണ് ഭട്ടതിരി ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. ഭഗവാൻ എന്താ പറയുക, നാരായണീയം കേൾക്കണവന് കഥ ഓർക്കുക മാത്രമല്ല തൻ്റെ ലീലയിൽ ആ കേൾക്കണവൻ പ്രവേശിക്കണം എന്ന് ഭഗവാൻ എന്തോ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. തൻ്റെ ഒപ്പം ഇനിയും യുഗങ്ങൾ കഴിഞ്ഞു, ദ്വാപരം കഴിഞ്ഞിട്ടൊക്കെ കാലങ്ങൾ കഴിഞ്ഞു, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ അന്ന് യമുനയിൽ കളിച്ച് നടന്നപ്പോൾ, വൃന്ദാവനത്തിൽ കളിച്ച് നടന്നപ്പോൾ എൻ്റെ ഒപ്പം ഇനിയും ആൾക്കാർ അതേപോലെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളിൽ കൂടെ കളിക്കണം എന്ന് കരുതിയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. കാരണം എക്സ്പീരിയൻസിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ആ ലീലകൾ നടക്കുമ്പോഴാണ്
നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ലയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിനെ കൊണ്ട് നാരായണീയം എഴുതിച്ചത് ഭഗവാന്റെ കഥയെ ഭൂതകാലത്തുനിന്ന് വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരാൻ. എങ്ങനെ? എപ്പോഴും നമ്മുടെ മുന്നിലുള്ള ആളായിട്ട്. അതുകൊണ്ടാണ് ഭട്ടതിരി ആ കീവേഡ് ഉപയോഗിച്ചത്, പ്രതിനിമിഷ നവീനൻ. അതുകൊണ്ടാണ് ഭട്ടതിരി ഉപയോഗിക്കുന്നത്. കാരണം അത് അവസാനിപ്പിക്കണ ഭാഗത്താണ് വരണത്. അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് തുടക്കത്തിൽ എഴുതി വെക്കാമായിരുന്നു. അദ്ദേഹം നമ്മളോട് രഹസ്യമായിട്ട് പറഞ്ഞു തരണം, ഇതാണ് എന്നോട് ഭഗവാൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഈ രഹസ്യം തരുന്നു. എന്നോ ഒരു കാലത്ത് മധുര എന്ന് പറഞ്ഞ ഒരു നഗരത്തിൽ ജനിച്ച്, ഒരു തടവറയിൽ ജനിച്ച്, അതിൻ്റെ അടുത്തുള്ള വൃന്ദാവനത്തിൽ വളർന്ന്, അവിടുന്ന് എത്രായിരം കിലോമീറ്ററിന് ഇപ്പുറത്ത് കടൽ തീരത്ത് ദ്വാരകയിൽ ജീവിച്ച് മരിച്ച ശരീരം കളഞ്ഞ ഒരു മനുഷ്യൻ്റെ കഥയല്ല, ഒരു ചരിത്രപുരുഷൻ്റെ കഥയല്ല ഇവിടെ പറയണത്. ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഉള്ളിലുള്ള ഒരാളാണ് ഞാൻ, നീ അത് മനസ്സിലാക്കുക എന്ന് ഭഗവാൻ നമ്മളോട് പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. മാത്രമല്ല, നമ്മളെല്ലാ സാധാരണക്കാർക്കുള്ളൊരു വലിയ കുഴപ്പത്തിനെ ഭഗവാൻ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നാരായണീയത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മങ്ങളിൽ നമ്മൾ സാധാരണ കുടുംബസ്ഥർക്ക് ഭഗവാൻ തന്നിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യതാണ്. നമ്മൾ പലരുടെയും വിചാരം രോഗം വന്നാൽ രോഗം ശാപാണെന്നാണ്. പക്ഷെ രോഗം നമുക്കൊരവസരമാണ്, ആത്മീയതയുടെ വാതിലാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭട്ടതിരിക്ക് ഭഗവാൻ അത് കൊടുക്കുന്നത്. നാരായണീയത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ രോഗമിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ തലമുറകളായിട്ട് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് നാരായണീയം പാരായണം ചെയ്യേണ്ട ഒരു സമ്പ്രദായം ഉണ്ടായി വന്നിട്ടുണ്ട്. ഭട്ടതിരിയുടെ രോഗവും ഗുരുവായൂരിലെ പ്രാർത്ഥനയും രോഗമുക്തിയും സംബന്ധിച്ചിട്ടുള്ള വിവരണം മാത്രമല്ല, കാഞ്ചി മഹാപരിയവ കാരണം ആ 8ാമത്തെ സ്കന്ധ ദശകത്തിലെ 13ാമത്തെ ശ്ലോകം, അസ്മിൻ പരാത്മൻ ധനുവാത്മകൽപ്പേ ധ്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശി നിരുന്ധിവാതാലയ വാസവിഷ്ണു എന്നുള്ള ശ്ലോകം കാഞ്ചി പെരിയവ ചന്ദ്രശേഖരവാര്യ സ്വാമികൾ പറഞ്ഞു 108 പ്രാവശ്യം ചെല്ലാൻ. കോവിഡ് കാലത്ത് എല്ലാവരും ചൊല്ലിയിട്ടുണ്ട്. അതിൽ ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, അനന്തഭൂമ. ആ ഭൂമാവ് ആരാ? സന്താനഗോപാലത്തിൽ അവസാനം പോയി കാണുന്നത് അങ്ങനെയാണ്. ആ ഭൂമാവിനെയാണ് കാണുന്നത്. അതായത് തൃപ്പൂണിത്തറയിൽ ഇരിക്കുന്നുണ്ട് ആ രൂപത്തിൽ. പൂർണ്ണത്രയീശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ്, ആ ഭൂമാവാണ്. ആ ഭൂമാവിനെയാണ് പറയണത് അവിടെ. അപ്പോൾ അത്രയും ബ്രഹ്മവിദ്യയിൽ മുക്കിക്കുളിപ്പിച്ചിട്ടാണ് ഭട്ടതിരി ഓരോ ദശവും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അതിലൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ വിവരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ സൂക്ഷിച്ചിട്ടേ നമ്മൾ ഈ ഭാഗത്തിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നാരായണീയം പാരായണം ചെയ്താൽ എല്ലാ രോഗവും വൈദ്യസഹായമില്ലാതെ മാറും എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഭഗവാൻ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഭക്തിയല്ല, ഒരിക്കലും അത് ഉത്തരവാദിത്വമല്ല. രോഗിക്ക് ചികിത്സ വേണം, പരിശോധന വേണം, മരുന്ന് വേണം, ഡോക്ടറുടെ നിർദ്ദേശം വേണം. കാരണം അത്രയും വലിയ സമർപ്പണ ബുദ്ധിയുള്ളവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു കേട്ടിട്ട് എന്നാൽ ചികിത്സ വേണ്ട, നാരായണീയം വായിച്ചാൽ മതി. ഭഗവാൻ ഫലിക്കാത്ത ഔഷധത്തിനെ ഫലിപ്പിച്ചു തരും. കർമ്മഫലം കൊണ്ടാണ് ഫലിക്കാത്ത ഔഷധം. എത്ര വലിയ ചികിത്സ ചെയ്താലും കർമ്മഫലം കൊണ്ടാണ് ഫലിക്കാത്തത്. കർമ്മഫലം കറക്റ്റാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ജപിച്ചിട്ടാൽ മതി, അസുഖം മാറും. ഒരു സംശയം വേണ്ട, അതിൽ ഒന്ന് ഊതിയാൽ മതി, അസുഖം മാറി കിട്ടും. പക്ഷേ ഇത് കിട്ടണം. ഇപ്പോൾ നേരത്തെ രഞ്ജിനി ചേച്ചിയുടെ കഥ പറഞ്ഞു. രഞ്ജിനി ചേച്ചിയുടെ അടുത്ത് ഞാൻ അവരുടെ അടുത്ത് ആ ജ്ഞാനപ്പാനയ്ക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവരുടെ വായുടെ ഒരു വശം കൂടിപ്പോകുന്ന കണ്ടപ്പോഴാണ് ഞാൻ, ചേച്ചി ഇത് ശരിയല്ല, ചേച്ചി ഇപ്പം പോകണം. ഇല്ല ശരത്തെ, ഞാൻ പോവും, ഞാനിത് കണ്ടിട്ടേ പോകുള്ളൂ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ചേച്ചി ഇപ്പം പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വ്യാസപീഠത്തിൽ കയറില്ല പറഞ്ഞു. ആ ഒരൊറ്റ ബലത്തിലാണ് ചേച്ചിയെ എങ്ങനെയോ ലിഫ്റ്റിൽ കയറ്റിയെന്ന് കൊണ്ടുപോയത്. അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ രാവിലെ ചെന്ന് കണ്ടു ചേച്ചിയോട് പറഞ്ഞു, ഗുരുവായൂരപ്പൻ ചേച്ചിയെ കൊണ്ടുവരും. അന്ന് ചേച്ചിക്ക് സംസാരിക്കാനും പോലും പറ്റില്ല. പക്ഷെ അവർ ജപിച്ചു. 5ാമത്തെ ദിവസം ജ്ഞാനപ്പാന കഴിയുമ്പോൾ, ഞാൻ സമാപിക്കുമ്പോൾ ഞാൻ കാണണം എന്താ അറിയോ, അവിടെ നിന്ന് ഡോറ് തുറക്കണു, ഒരു വീൽ ചെയറിൽ ചേച്ചിയെ കൊണ്ടുവരണു. അത് ഗുരുവായൂരപ്പൻ കൊണ്ടുവന്നു. ഇങ്ങനൊരാളെ ഇവിടെ ഇരുത്തിയിട്ട് പറയാനൊരു അവസരം ഭഗവാൻ എനിക്ക് ഉണ്ടാക്കി തന്നത്. നിങ്ങൾ ഉണ്ടാക്കി തന്ന ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു വേദിയിൽ ഇതിലൊക്കെ ഭഗവാന്റെ എന്തോ ഒരു നിശ്ചയമുണ്ട്. അല്ലെങ്കിൽ ചേച്ചി ഇന്നിവിടെ വരേണ്ട ആളല്ല. അപ്പോൾ രോഗിക്ക് ചികിത്സ വേണം, ചികിത്സ തീർച്ചയായിട്ടും വേണം. പക്ഷെ ആ മരുന്ന് ഫലിക്കണ്ടേ? ചെയർമാൻ പറഞ്ഞില്ലേ, ഡോക്ടർ പറഞ്ഞു ഒരു പിടിപ്പണം വെക്കണം. എൻ്റെ കയ്യിൽ മുകളിൽ കൈ വെച്ചു എന്നാണ് പറഞ്ഞത് പണം വെച്ചപ്പോൾ. അങ്ങനെയായിരിക്കണം. ചെമ്പൈക്ക് നാദം കൊടുത്തവനെ എന്ന് പറയും. എങ്ങനെയാണ് കൊടുത്തത്? കറക്റ്റ് ആ സമയത്ത് വൈദ്യമഠത്തിനെ അവിടെ കൊണ്ടുവന്നു. ചെമ്പൈ അവിടെ നിന്ന് കരയുക, ശബ്ദം കിട്ടാണ്ട്. അപ്പോൾ അത് മുഴുവൻ കണ്ടുകൊണ്ട് വൈദ്യമഠം അപ്പുറത്ത് നിൽക്കണം. ഗുരുവായൂരപ്പൻ അവിടെ ഡോക്ടറെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. നിനക്കുള്ള ഔഷധമുള്ള തരേണ്ട ആൾ അവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് കഴിഞ്ഞ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹത്തിനെ കാണുകയാണ്. വരൂ, വെള്ളം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ആ ചികിത്സയുടെ ഫലമായിട്ട് ശബ്ദം തിരിച്ചു കിട്ടുകയും ചെയ്യണം. കാരണം ചെമ്പൈക്ക് നാദം കൊടുത്തവനെ നമ്മളിപ്പോൾ അല്ലേ, നേരത്തെ നമ്മൾ മനോഹരമായിട്ട് വേറൊരു പാട്ടും കിരൺജി പാടിയല്ലോ അല്ലേ, കൊച്ചപ്പേട്ടനെ ഓർക്കണം എല്ലാവരും, ചോലൂർ കൃഷ്ണൻകുട്ടിയെ.
ഒരു നേരമെങ്കിലും കാണാതെ വയ്യണ്ടേ അല്ലേ? അതൊക്കെ എങ്ങനെ കിട്ടണത്? അകത്തുനിന്ന് വരുന്നതാ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കാലാധിപത്യമായിട്ട് ഉണ്ടാക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അകത്തുനിന്നുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ ഭട്ടതിരുടെ ഉള്ളിൽ എങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്ന് നമ്മളത് ആലോചിച്ച് നോക്കേണ്ടതാണ്. അതുകൊണ്ട് നാരായണീയത്തിൻ്റെ ചികിത്സ എന്താ? അത് ശരീരത്തിനെ മാത്രം ചികിത്സിക്കുന്നില്ല. ആദ്യമായിട്ട് ഭഗവാൻ എപ്പോഴും എന്താ ചെയ്യാറ്? രോഗം കൊണ്ട് തകരുന്ന നമ്മുടെ മനസ്സിനെ ഭഗവാൻ തൻ്റെ 4 കൈ കൊണ്ടും അങ്ങോട്ട് താങ്ങി പിടിക്കും. എന്നിട്ട് ആ 4 കൈ കൊണ്ട് നമ്മളെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും അകത്ത്. ഗുരുവായൂരപ്പൻ അതിനാണ് 4 കൈ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു 15 കൈയോ 16 കൈയൊക്കെ വെച്ചുകൂടെ? കുറച്ചുകൂടെ നമുക്കിങ്ങനെ അങ്ങനെ പൂണ്ടടക്കം പിടിച്ച് നിർത്താമല്ലോ, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് അല്ലേ? അദ്ദേഹത്തിന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര സഹസ്ര ശീർഷനാണ്, സഹസ്ര ബാഹുവിടെ എത്ര വേണമെങ്കിലും കൈകൾ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ആ കൈകളൊക്കെ പുറത്തേക്ക് വരട്ടെ. ഈ 2 കൈയായിട്ടൊന്നും നിൽക്കണ്ട. എത്ര കൈ കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ അത്രയും ചേർത്ത് പിടിക്കാം. അതുകൊണ്ട് രോഗം കൊണ്ട് തകരണ മനസ്സിനെ താങ്ങുന്നവനാണ് ഭഗവാൻ. എനിക്ക് എന്തുകൊണ്ട് ഗുരുവായൂരപ്പ ഞാൻ എന്ത് തെറ്റിയിട്ട് എനിക്കിത് സംഭവിച്ചു നമ്മൾ കരയും. എനിക്ക് മാത്രം എന്തുകൊണ്ട്? എല്ലാവരുടെയും ചിന്തയാണ്. ഞാൻ സാധാരണ ധാരാളം അഡ്രസ്സ് ചെയ്യാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നാരായണീയത്തിൻ്റെ കാഴ്ചപ്പാട് പറയാം. എനിക്കെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഈ അവസ്ഥയിലും ഞാൻ ഭഗവാനെ എങ്ങനെ അനുഭവിക്കും എന്ന് ചോദിക്കണ അവസ്ഥയിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിച്ചു തരും. ആ ചോദ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ നാരായണീയം എഴുതിപ്പിച്ചത്. രോഗത്തിൻ്റെ വേദനയുടെ ഇടയിലും ജീവിതത്തിന് അർത്ഥമുണ്ട്. ഈ അനുഭവിച്ചു തീരുന്നത് കർമ്മം മാത്രമാണ്. അത്രയും അനുഭവിച്ചു തീർന്നല്ലോ എന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണു. ഭയം കുറയ്ക്കണു. ഒറ്റപ്പെടലുകളിൽ നമ്മുടെ കൂട്ടായിട്ടിരിക്കണു. ഒറ്റപ്പെടലുകളിൽ നമ്മുടെ നിരന്തര സാന്നിധ്യമായിട്ട് ഗുരുവായൂരപ്പൻ നമ്മുടെ അകത്തിരിക്കണു. നിരാശയുടെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി തരുന്നു. നിരാശപ്പെട്ടിരിക്കാനല്ല പറഞ്ഞത്. ഈ സമയത്ത് നീ എന്നോട് ഞാനുണ്ട് കേൾക്കാൻ, എന്നോട് പറയേ, ഞാൻ കേൾക്കാനുണ്ടല്ലോ എന്ന് കുറൂരമ്മയുടെ പുറകെ നടന്ന് പറഞ്ഞ മാതിരി ഗുരുവായൂരപ്പൻ പറഞ്ഞത് കേൾക്കാൻ പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. നമ്മളപ്പോഴും വേറെ ഫോട്ടോയിൽ നോക്കിയിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പുറകുന്ന് വിളിക്കുന്നുണ്ട്, ഡ്രസ്സിൽ പിടിച്ച് വലിക്കുന്നുണ്ട്, ഇങ്ങോട്ട് പറയൂ, എന്നോട് പറയൂ. എവിടെ തിരിഞ്ഞു നോക്കില്ല, ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇത് ഏത് രൂപത്തിലാണ് വരണമെന്ന് അറിയുന്നില്ല. ചിലപ്പോൾ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ എലിയായിട്ടോ എരുമയായിട്ടോ ഒക്കെ വരും. അതുള്ള ചട്ടി എരുമയുടെ രൂപത്തിൽ വന്ന കഥയുണ്ടല്ലോ. ഗുരുവായൂരപ്പനെ കണ്ട എങ്ങനെ ഇരിക്കുന്നു. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉള്ള ഒരു ഭക്തൻ ചോദിച്ചുകൊണ്ട് നടന്നപ്പോൾ ഏതൊരു പണ്ഡിതൻ പറഞ്ഞത്ര എരുമ പോലെ ഇരിക്കുന്നു. മൂപ്പര് എരുമയായിട്ട് ധ്യാനിച്ചു. അവസാനം എരുമയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ദർശനം കൊടുത്തു, മോക്ഷവും കിട്ടി. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളൊന്നും അനുസരിച്ചിട്ടുള്ള ഈശ്വരൻ നിൽക്കുന്ന ഈ രൂപം എടുത്തിട്ടുള്ള നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. മരണഭയത്തിൻ്റെ മുന്നിൽ അവസാനം തൻ്റെ അമൃതസ്വരൂപത്തിനെ കാണിക്കും ഭഗവാൻ. അമൃതനാരായണൻ എന്ന് പറയും. ഔഷധചക്ര ഈശ്വരൻ, അപൂർവ വൈദ്യൻ ഗുരുവായൂരപ്പൻ. മേൽപ്പത്തൂരിൻ്റെ ശരീരരോഗം മാറിയതിനെക്കാട്ടിലും വലിയ അത്ഭുതം അദ്ദേഹത്തിൻ്റെ വേദന ലോകത്തിൻ്റെ ഔഷധമാക്കിയിട്ട് ഗുരുവായൂരപ്പൻ മാറ്റിയതാണ്. നമ്മളൊക്കെ വിചാരിക്കും മേൽപ്പത്തൂരിൻ്റെ അസുഖം മാറ്റിയതാണ് വലിയ അത്ഭുതം. നാരായണീയത്തിൻ്റെ അല്ല. അദ്ദേഹം അനുഭവിച്ച വേദനയെ നമ്മുടെയൊക്കെ വേദന മാറ്റണ മരുന്നാക്കിയിട്ട് അദ്ദേഹം മാറ്റി. ഒരു മനുഷ്യൻ അനുഭവിച്ച വേദന എത്രയോ തലമുറകളുടെ ആശ്വാസമാക്കിയിട്ട് ഗുരുവായൂരപ്പൻ മാറ്റി. അതുകൊണ്ട് നാരായണീയം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഭഗവാൻ എല്ലാ വേദനയും ഉടനെ എടുത്തു കളയില്ല. ചിലപ്പോൾ ആ വേദന എടുത്ത് മറ്റുള്ളവർക്കുള്ള പ്രകാശമാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കി തരും. ആ ജന്മത്തിൽ നമ്മൾ വേദന അനുഭവിച്ചായിട്ടായിരിക്കും മരിക്കണമൊക്കെ, അതൊക്കെ സത്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ വേദന എടുത്തിട്ട് വേറെ 100,000 പേരുടെ ദുഃഖങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ പറയുക, ഭഗവാനെ എനിക്ക് ഈ സങ്കടമുണ്ട്, എന്നെപ്പോലെ ഈ സങ്കടം എന്നെക്കാളും കൂടുതലോ കുറവോ അനുഭവിക്കണം, എനിക്ക് അറിയണതോ അറിയാത്തവരായിട്ട് അനേക കോടി പേര് ഈ ലോകത്തുണ്ടാവും. ഞങ്ങളുടെ എല്ലാം ദുഃഖം മാറ്റി തരണേ ഗുരുവായൂരപ്പാന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ കടം മാറണതും രോഗം മാറണതും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വിഷമം മാറണം, കല്യാണം നടക്കാത്തതിൻ്റെയും എല്ലാം വിഷമങ്ങൾ ഇങ്ങനെ മാറണതറിയാം. അതന്നെയാണ് ഭട്ടതിരിയിട്ട സീക്രട്ട് കീ, വിശ്വപീഡാപഹത്യൈ. ഭഗവാനാണ് നമുക്കിത് പഠിപ്പിച്ചു തരുന്നത്. എന്നോട് ഇങ്ങനെ ചോദിക്കേ. ദ്രൗപദി നമുക്കൊക്കെ അറിയാം, കഥകളി കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അല്ലേ, പരിപാഹിമാം ഹരേ എന്ന് പറഞ്ഞ പദം പറഞ്ഞ പരിപാഹിമാം ഹരേ പത്മാലയാപദേ. മനോഹരമായിട്ടുള്ള പദമാണ്. ശരദേവദാസം പാടി കൊളാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ആഗ്രഹം കൊണ്ട് പാടിപ്പോണയാ, ഇതൊക്കെയല്ലേ പറ്റുള്ളൂ, നിങ്ങളൊക്കെയല്ലേ സഹിച്ചിരിക്കുള്ളൂ. ആ പദത്തിൻ്റെ ആ രംഗത്തിൽ ഭഗവാന്റെ അടുത്ത് പറയുകയാണ്, ആ ദുര്യോധനൻ അവനവൻ്റെ തൊടയെ തൊട്ടിട്ട്, ആ കൃഷ്ണ സഖേ എൻ്റെ അടുത്ത് അവൻ്റെ മടിയിലിരിക്കാൻ പറഞ്ഞ, ആ തൊട എനിക്ക് തല്ലി തറന്നിട്ട് അവൻ വേദന കൊണ്ട് പൊളയണ കാണണം. എൻ്റെ മുടിച്ചുരുൾ പിടിച്ച് വലിച്ച് എൻ്റെ വസ്ത്രം വലിച്ചഴിച്ച് ദുശാസനൻ്റെ മാറ് വളർന്നിട്ട് വൃഗോദരൻ്റെ രക്തം കുടിക്കണത് എനിക്ക് കാണാൻ, രക്തം കൊണ്ട് എൻ്റെ മുടി കെട്ടണം. അതുകൊണ്ട് കൃഷ്ണ യുദ്ധം ഇല്ലാണ്ടാക്കരുതെന്ന്, യുദ്ധം ഇല്ലാതാക്കരുത് എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുക, സഖി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അത് നടത്തിത്തരാന്നല്ല പറയണത്, നിൻ്റെ പ്രാർത്ഥനയിൽ നീ ഒരു മാറ്റം വരുത്തണം.
നിന്റെ വ്യക്തിപരമായ പ്രതികാരത്തിന് വേണ്ടിയിട്ട് യുദ്ധം വേണമെന്ന് നീ എന്നോട് പറയരുത്. ദുര്യോധനും ദുശാസനും 100 മുഴുവനും ലോകത്തിന് ജീവിച്ചിരുന്നാൽ കണ്ടകന്മാരാ. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ നശിപ്പിക്കണം നീ എന്നോട് പറ. ഞാൻ ഈ യുദ്ധം എങ്ങനെ നടക്കുന്നു കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അതാണ് ഭഗവാന്റെ സത്യം. എപ്പോഴും എപ്പോഴും ലോക നന്മയ്ക്ക് വേണ്ടി. ആ ദൂതിനും പോയിട്ട് ധൃതരാഷ്ട്രോട് അതാ പറയണത്. മൂലഭാരതത്തിൽ എവിടെയും ഭഗവാൻ വിശ്വരൂപം കാണിച്ചു എന്ന് വ്യാസമഹർഷി എഴുതി വെച്ചിട്ടില്ലേ? അതൊക്കെ പിൽക്കാലത്ത് എഴുതി വന്നതാ. അവിടെ ഒരു പ്രസംഗമുണ്ട് ഭഗവാന്റെ. മഹാരാജാവേ, അങ്ങയുടെ മാംസക്കണ്ണിനെ കണ്ണ് കാണാണ്ടായിട്ടുള്ളൂ, അകക്കണ്ണ് ഇപ്പോഴും ഇല്ലേ? മക്കളോടുള്ള സ്നേഹം കൊണ്ട് കണ്ണ് അന്ധനായിട്ട് പോകരുത്. അങ്ങനെ വന്നാൽ സ്വന്തം അമ്മാവനെ കൊല്ലണ്ടി വന്ന എൻ്റെ ഗതി ഉണ്ടാവും അങ്ങേക്കെന്നാണ് പറഞ്ഞത്. അതിൽ ഭഗവാന്റെ ഒരു വിഷമം കാണാം, കംസനെ കൊല്ലണ്ടി വന്നതിലും. പരീക്ഷത്തിൻ്റെ ശരീരം ജീവിപ്പിക്കുമ്പോൾ മഹാഭാരതത്തിൽ, ഭാഗവതം മാറ്റി നിർത്താം, മഹാഭാരതത്തിൽ പറയണതാണ്, ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ടാണ് പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ സത്യത, തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത ഓരോ വധം എന്നുണ്ടെങ്കിൽ, ധർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ സ്വന്തം അമ്മാവനെ മാതുലനെ വധിച്ചതെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ജീവിച്ചെണിക്കട്ടെ എന്നാണ് പറഞ്ഞു. അല്ലാണ്ട് എൻ്റെ അച്ഛനെ അമ്മയും തടവിലിട്ടതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മാവനെ കൊന്നു എന്നല്ല പറഞ്ഞു. ഈ നിസ്വാർത്ഥത, ഭഗവാൻ സ്വന്തം വേദനയെ ലോകത്തിൻ്റെ പ്രകാശമാക്കി മനുഷ്യനായിട്ട് ജീവിച്ച രാമനായപ്പോഴും കൃഷ്ണനായപ്പോഴും ഇത് തന്നെ നാരായണീയത്തിൽ ഭട്ടതിരിയെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നു. മാത്രമല്ല, മേൽപ്പത്തൂർ രോഗബാധിതനായിട്ട് ഗുരുവായൂരിലെത്തി ഭഗവാനെ പാടി പുകഴ്ത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടല്ല വന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യം, അതായത് രോഗം, മരണം തുടങ്ങിയിട്ടുള്ളത് ഭഗവാന്റെ സന്നിധിയിൽ വന്നിരുന്നിട്ട് നേരിടുക ചെയ്തു. ഭഗവാന്റെ സന്നിധിയിൽ വന്നിരുന്ന് ഭഗവാനെ മുറുകെ പിടിച്ചിട്ട് ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ നമ്മളെ പഠിപ്പിക്കണം, ജനങ്ങളെ പഠിപ്പിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥ ഭക്തി പ്രശ്നമില്ല എന്ന് നടിച്ചിട്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലല്ല, വേദനയേ ഇല്ല ഭഗവാനെ എന്ന് പറയലല്ല, കരയരുത് എന്ന് പഠിപ്പിക്കലല്ല, വിങ്ങി പൊട്ടാൻ പോകുമ്പോൾ അമർത്തിപ്പിടിക്കലല്ല, എൻ്റെ വേദന സത്യമാണ് ഗുരുവായൂരപ്പ, എന്നാൽ അതിലും വലിയ സത്യം നീയാണ് എന്ന് തിരിച്ചറിയണം എന്ന് ഭഗവാനോട് പറയണതാണ് ഭക്തി. ഭഗവാനെ മറക്കാതിരിക്കലാണ് ഭക്തി. മേൽപ്പത്തൂർ തൻ്റെ രോഗത്തിനെ മറച്ചു വെച്ചില്ല. അവസാന ദശകങ്ങളിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തുറന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നിഷ്കളങ്കനായി പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ ഓരോ അവയവവും ആരോഗ്യത്തോടെ പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, എനിക്ക് ഭ്രാന്തനേമാര് നിൻ്റെ പാട്ടുകൾ പാടിയിട്ട് നാമം ചൊല്ലിയിട്ടൊക്കെ കുതിക്കണം എന്നൊക്കെ, മത്തനെപ്പോലെ നൃത്തം കുതിക്കണം എന്ന് അപ്പുറത്തൊരാൾ എഴുതി വെച്ചതിൻ്റെ ഇൻഫ്ലുവൻസാ തോന്നും, ഇപ്പുറത്ത് എഴുതി വെക്കുന്നുണ്ട് അതേമാതിരി തന്നെ ശ്ലോകങ്ങളിൽ. അപ്പോൾ അത് വലിയൊരു പാടാണ് നമുക്ക്. ആത്മീയനായിട്ടുള്ള ഒരാൾ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, വേദന മാറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭഗവാനോടൊന്നും ചോദിക്കരുത് എന്ന് പഠിപ്പിക്കും. മണ്ടത്തരം. നമ്മുടെ പെറ്റ അച്ഛനും അമ്മയും അദ്ദേഹമാണ്, അദ്ദേഹത്തിനോടല്ലാണ്ട് ആര് ചോദിക്കാനാണ് നമ്മൾ? പക്ഷെ ചോദിക്കുമ്പോൾ നമ്മളിത് പറയണം, ഭഗവാനെ എന്ത് പൂർവ്വകാരണം കൊണ്ടാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വന്നതെന്നുള്ളത് നിനക്ക് മാത്രമേ ഉള്ളൂ, എന്നെ ഇതൊന്ന് രക്ഷിക്കണം, എനിക്ക് അർഹതയുണ്ടെങ്കിൽ ആ ഒരു വരി ചേർത്താൽ മതി, എന്തും ചോദിക്കാം. അല്ലാണ്ട് ഞാൻ നിനക്ക് ഉദയാസ്തമന പൂജ നടത്തി അതുകൊണ്ട് മര്യാദയ്ക്ക് ചെയ്തു തന്നോ. കച്ചവടം നടത്താൻ പോയാൽ ലോകം കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരനാണ്. ജീവിച്ചിരുന്ന കാലത്ത് 92 തുറമുഖം സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളാണ്. അന്നത്തെ ഏറ്റവും വലിയ ബിസിനസ്മാനും കിങ്മേ അന്നത്തെ അംബാനിയാണ്. അതുകൊണ്ടാണല്ലോ രാജ്യങ്ങളിൽ ഏത് രാജാവ് ഭരിക്കണമെന്ന് നിശ്ചയിച്ചിരുന്നു മൂപ്പരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് കച്ചവടം നടത്തരുത്. കച്ചവടം നടത്തി കഴിഞ്ഞു, നേരെ മറിച്ച് മോക്ഷം മാത്രം ചോദിക്കുക, ശരീരസുഖം ചോദിക്കുന്നത് താഴ്ന്ന ഭക്തിയാണ്. ഇതൊന്നും വിചാരിക്കേണ്ട. താഴ്ന്നതാണോ ഉയർന്നതാണോ നമ്മുടെ ഭക്തി എന്ന് നിശ്ചയിക്കുന്നത് ഭക്തി പ്രസംഗിച്ച് നടക്കുന്ന ചുറ്റുമുള്ളവരല്ല, ആ ശ്രീലകത്തിരിക്കുന്ന ശക്തിയാണ്. ഗുരുവായൂരപ്പൻ നിശ്ചയിക്കും നമ്മൾ ഭക്തനാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചാൽ മതി, നമ്മൾ അത് നോക്കിയാൽ മതി, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഭഗവാനോട് സത്യമായി സംസാരിക്കുക, വേദനയുണ്ടെങ്കിൽ പറയുക, ഭയമുണ്ടെങ്കിൽ ഭയം സമ്മതിക്കുക. ഭഗവാനെ എനിക്ക് പേടിയാവണു പറയണ്ടല്ലോ. ഭട്ടതിരിയുടെ ഭയം മുഴുവൻ ആ നരസിംഹാവതാരത്തിൽ കാണാം. പേടിച്ച് വിറയ്ക്കുന്നുണ്ട് ഭട്ടതിരി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഭയം മുഴുവൻ കാണാം. ആരോഗ്യം വേണമെങ്കിൽ ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷെ അപേക്ഷയുടെ അവസാനത്തിലും നമ്മുടെ മനസ്സ് ഭഗവാനിൽ വിശ്രമിക്കണം, അവിടെ ഇരിക്കണം. അതാണ് നമ്മുടെ ഫൈനൽ സ്ഥലം. അതുകൊണ്ട് നാരായണീയം എന്ന് പറയുന്നത് രോഗിയുടെ കരച്ചിലിനെ ഈശ്വരീയമായിട്ടുള്ള സംഗീതമാക്കി മാറ്റിയാണ് ഭഗവാന്റെ ഇച്ഛ കൊണ്ട്. ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനിയും ഒരു 15 കാര്യങ്ങളെങ്കിലും ഉണ്ട്. ഞാൻ അടുത്തൊരു ഭാഗം പിന്നീട് എപ്പോഴെങ്കിലും പറയാം. നിങ്ങൾ പലരും അമ്മമാർ എല്ലാവർക്കും മരുന്നൊക്കെ കഴിക്കേണ്ട സമയമൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ പിടിച്ചിരുത്തുന്നത്. വളരെ മോശമാണ്. പക്ഷേ വിഷ്ണു അവൻ അത്രയും സ്നേഹത്തോടെ എന്നെ വിളിച്ചിട്ട് ഞാനിവിടെ വന്നിട്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ
ഞാൻ അവനോട് ചെയ്യുന്ന അനീതി ഗുരുവായൂരപ്പനോട് ചെയ്യണ വലിയ അനീതി. അദ്ദേഹമാണത് ചെയ്യിപ്പിക്കുക, ഭഗവാന്റെ ഇഷ്ടം. ഇപ്പം ഞാൻ നേരത്തെ ഭഗവാനോട് പറഞ്ഞു, നീ ഭക്ഷണമൊക്കെ കഴിച്ചു, ഇവിടെ കഴിക്കാത്ത ആൾക്കാരിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഞാൻ ഇവിടം വരെ വരാം എന്ന് പറഞ്ഞിട്ട് അവസാനം ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ തത്വം, ഗുരുവായൂരപ്പൻ്റെ മുകളിലൊരു ഗുരുനാഥൻ വേറെ ഇല്ല, നിങ്ങൾ വേറെ അന്വേഷിച്ച് നടക്കണ്ട. നാരായണീയം എന്ന് പറയുന്നത് ഒരു ഗുരുഭക്തിക്കുള്ളൊരു ശാശ്വത സ്മാരകമാണ്. ഭട്ടതിരിയുടെ ഗുരുനാഥനായിട്ടുള്ള പിഷാരടിയുടെ കാര്യത്തിലാണെങ്കിലും അവിടെ നിന്നുള്ള രോഗം സ്വീകരിച്ചത് കൊണ്ടുവന്നു എന്നുള്ളൊരു നിമിത്തമായിട്ടാണെങ്കിലും ഗുരുനാഥനായിട്ടുള്ള പരമഗുരുവായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പനാണെന്നുണ്ടെങ്കിലും അത് ഗുരുഭക്തിക്കുള്ളൊരു ശാശ്വത സ്മാരകമാണ്. അത് ചുരുക്കി അങ്ങനെ പറയാൻ പറ്റില്ല, വളരെ വിസ്തരിച്ച് പറയേണ്ട ഭാഗമാണ്. ആ ഭാഗത്തിന് നിർത്തിക്കൊണ്ട് ഞാനിപ്പോൾ പല സ്ഥലത്തും പരമ്പരകൾ തുടങ്ങി വെച്ചിട്ട് പറയാത്തുണ്ട്, പറഞ്ഞിട്ട് തീരണില്ല. കൃഷ്ണായനം പകുതി കിടക്കണു, വേറെ എവിടെ പകുതി കിടക്കണു, എന്നെ ആരും വിളിക്കണില്ല. എല്ലാവരും വന്നിട്ട് എന്നോട് പറയണത് ഭാഗവതം ഈ കഥ പറയൂ, അത് പറയൂ, ഇത് പറയൂ. ഇപ്പം ഞാൻ വേറെ ക്ഷേത്രപ്രഭാഷണങ്ങളും കുറച്ചു, വളരെ കുറവാണ് ഞാൻ ക്ഷേത്രപ്രഭാഷണം ചെയ്യണത്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാൻ ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇവിടെ പറയാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പറയാം. ഇനിയും കിടക്കണു, നാരായണീയം കടലാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാരും സംതൃപ്തിയോടെ സന്തോഷത്തോടു കൂടി പൊന്നു ഗുരുവായൂരപ്പൻ ചിരിച്ച് സന്തോഷമായിട്ട് നിങ്ങളുടെ നാരായണീയം സ്വീകരിച്ചിരിക്കണമെന്ന് മനസ്സിലാക്കുക. ഇത് വെറും ഒരു ഭക്തിസാധനയുടെ ഭാഗം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. ഗുരുവായൂരപ്പൻ നമ്മളെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഗാർഹസ്ഥ്യം അത്ര ഭംഗിയായിട്ട് ജീവിച്ച് കാണിച്ചു തന്ന ഒരു ദേവനാണ് അദ്ദേഹം. നാരദ മഹർഷി ഭഗവാന്റെ ഗാർഹസ്ഥ്യം കാണുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ് വാസ്തവത്തിൽ ഭാഗവതത്തിൽ. അല്ലാണ്ട് ഭഗവാന്റെ മാജിക്ക് കാണാനല്ല, 16,000 വീട്ടിലും 16,000 കൃഷ്ണൻ, എന്താ അല്ലേ? അതല്ല അതിന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഭഗവാൻ ജീവിതത്തിൻ്റെ 16,000 കേസ് സ്റ്റഡികൾ കാണിച്ചു തന്നിരിക്കുകയാണ് നമുക്ക്. 16,000 തരം ജീവിതങ്ങൾ, 16,008 തരം ജീവിതങ്ങൾ കാണിച്ചു തന്നിരിക്കുക, അല്ലെങ്കിൽ 108 വാട്ടവർ ജീവിതങ്ങൾ കാണിച്ചു തന്നിരിക്കണം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഭഗവാൻ ജീവിച്ച് കാണിച്ചു തന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അത് ഭൂമിയിൽ നടക്കുമ്പോഴും, ഭൂമിയിൽ നിന്ന് ശരീരത്തെ അപ്രത്യക്ഷമാക്കിയിരിക്കുമ്പോഴും, അക്ഷരരൂപത്തിൽ ഗ്രന്ഥമായിട്ടിരിക്കുമ്പോഴും ഭഗവാൻ തൻ്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഭട്ടതിരിയിൽ കൂടിയും മറ്റനവധി മഹാത്മാക്കളായിട്ടുള്ള ആചാര്യന്മാരിൽ കൂടിയും ഇന്നും അനുസ്യൂതമായിട്ട് ആ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന മഹാപ്രവാഹം ഒഴുകിക്കൊണ്ടേയിരിക്കണം. ആ പ്രവാഹത്തിൽ നമ്മളെല്ലാവരും മുങ്ങി കുളിക്കട്ടെ, അതിലൊക്കെ അവസാനം ലയിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവാനുള്ള ദക്ഷിണയായിട്ട് ഈ എളിയ പ്രഭാഷണത്തിന് സമർപ്പിക്കണു. ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം തെറ്റാണ്. ഞാൻ എന്തെങ്കിലും നല്ലത് നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ, ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ ഗുരുവായൂരപ്പൻ വന്ന് നിങ്ങളെ ഒന്ന് തൊട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ആ ഗുരുവായൂരപ്പൻ തന്നെ വന്ന് തൊട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഈ പ്രഭാഷണത്തിനെ ചുരുക്കണു. ഒരിക്കൽ കൂടി ഗുരുവായൂർ ഡിവോട്ടീസിന് മനസ്സ് നിറഞ്ഞ നന്ദി. ഗുരുവായൂരപ്പൻ നിങ്ങളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇനിയും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മഹാഭക്തന്മാരുണ്ടാവട്ടെ, മഹാ ആചാര്യന്മാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നല്ല മക്കളുണ്ടാവാനും നല്ല ആചാര്യന്മാരുണ്ടാവാനും പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. മാത്രമല്ല, ഹിന്ദുക്കൾ ഇന്ന് മറ്റു മതങ്ങളിലേക്ക് പോകുന്നത് വിശന്നിട്ടും പൈസയില്ലാഞ്ഞിട്ടും. അതുകൊണ്ട് അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും അശരണരായിട്ടൊരു ഹിന്ദു ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. കുട്ടികൾ പഠിക്കണമെങ്കിൽ അവർക്കൊരു സ്കൂൾ പുസ്തകം മേടിച്ചു കൊടുക്കുക. അതൊക്കെ ഗുരുവായൂരപ്പന് ചെയ്യണ സേവയാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യാം. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇതിൽ തന്നെയാണ് ഞാൻ ശ്രദ്ധ കൊടുത്ത് പോകുന്നത്. ഞാനിപ്പോൾ തുറന്ന് പറയാൻ തുടങ്ങി, കാരണം ഞാൻ ചെയ്തു നോക്കി, എനിക്ക് വർക്കാവുന്നുണ്ട്, നിങ്ങൾക്കും വർക്കാവും. അതുകൊണ്ട് മാത്രം പറയണം, കൂടപ്പുറപ്പുകളെ, നമ്മുടെ കൂടപ്പുറപ്പുകളായിട്ടുള്ള ഒരുപാട് പേര്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മന്ദബുദ്ധിയായിട്ടുള്ള ഒരു കുട്ടി, സഹോദരി, ഭർത്താവ് ശരിയല്ല, അച്ഛൻ കടപ്പിൽ, ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയുടെ വീട് ജപ്തി, വെറും ചെറിയൊരു പൈസയെ വേണ്ടു, ബാങ്ക് വന്ന് സീല് വെച്ച് പോണ അവസ്ഥയായിരുന്നു. ആ വേറൊരു സ്ഥലത്ത് ക്ഷേത്രം പുനരുദ്ധാരണത്തിന് വേണ്ടി വെച്ച ഫണ്ട് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊടുത്തോളാം ഗുരുവായൂരപ്പൻ പറയുകയാണ്. അത് ഞാൻ രാശി എടുത്ത് നോക്കിയിട്ടാണ് തീരുമാനിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കണം, വ്യാഴം തെളിഞ്ഞു വരികയാണ്. ഭഗവാൻ അപ്പുറത്ത് കൊടുക്കേണ്ടത്, ഭഗവാൻ പറയണ അല്ല, ആ കുട്ടിയുടെ വീട് രക്ഷിക്കാൻ കൊടുത്തോന്നു. അപ്പം അതുപോലെ നമുക്ക് 100 അവസരങ്ങൾ ചുറ്റും നോക്കിയാൽ വരും. ഒന്നും സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേണ്ടില്ല, ഒരു വറ്റ് ചോറ് കൊടുക്കുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയുക. ഇനി അതും പറ്റിയില്ല, ഒന്ന് ചിരിക്കുക. ഒരു പുഞ്ചിരി മതി ചിലപ്പോൾ ഒരാളെ രക്ഷിക്കാൻ. ഗുരുവായൂരപ്പൻ നമ്മളിൽ കൂടെ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പുറത്തുള്ളതും ഗുരുവായൂരപ്പനാണെന്നുള്ള ബോധ്യമാണ്. കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും എപ്പോഴും ഗുരുവായൂരപ്പൻ. അർജുനോട് പറഞ്ഞ മാതിരി, നീയും ഞാനാണ്, ഞാനും ഞാനാണ്, നിൻ്റെ പുറകിലുള്ള പാണ്ഡവ സൈന്യവും ഞാനാണ്, നിൻ്റെ മുന്നിലുള്ള ശത്രുക്കളും ഞാനാണ്, ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോന്നാണ് പറഞ്ഞു.
ഏത് ഭാവത്തിൽ നിൽക്കണോ അതിനനുസരിച്ച് ചെയ്തോ, പക്ഷെ ഞാനാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി എന്നേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അത് ഞാനാണ് കേട്ടോ വെട്ടരുതേ എന്ന് പറഞ്ഞിട്ടില്ല. തട്ടിക്കോന്നാ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഭഗവാന്റെ മക്കളാണ് നമ്മൾ. ഗുരുവായൂരിൻ്റെ സവിശേഷ സാന്നിധ്യം അതാണ്. ഗുരുവായൂർ ഇന്ത്യയിലെ 5 സമ്പന്നമായ അമ്പലങ്ങളിൽ 4ാമത്തതായി എന്നുള്ളതൊന്നുമല്ല ഗുരുവായൂരപ്പൻ്റെ ക്രെഡിറ്റ്. ഗുരുവായൂരപ്പൻ അങ്ങനത്തെ ക്രെഡിറ്റിനൊന്നും ആവശ്യമൊന്നുമില്ല. അത് കാശെണ്ണണവന് മാത്രമേ ആവശ്യമുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത് അളക്കാൻ ഈ ഭൂമണ്ഡലത്തിൽ ഇന്ന് ആരും ജീവിച്ചിരിപ്പില്ല. നമുക്കൊക്കെ അത് അനുഭവത്തിൻ്റെ രൂപത്തിൽ സ്വാംശീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കണം. ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. നിങ്ങളെ വിശന്നിരിപ്പിച്ചതിന് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. ദയവേതിട്ട് ഈ സഹോദരനോട് പൊറുക്കുക. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം, വളരെ സന്തോഷം. കുറച്ച് നാരായണനാമം ജപിച്ച് അതാ നാരായണ 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 നാരായണ. ഹരേ ഗുരുവായൂരപ്പ സർവേശ്വര.